JCJ എന്നറിയപ്പെടുന്ന ജേക്കബ് ജോൺ ആണ്. അദ്ദേഹത്തെ കുറിച്ച് രണ്ട് വാക്ക്. തിരുവനന്തപുരം സ്വദേശി, ന്യൂയോർക്കിലുള്ള റോക്ക്ലാൻഡ് കൗണ്ടിയിൽ താമസിക്കുന്നു. ലാനയുടെ ഈ വർഷത്തെ പ്രോഗ്രാം കമ്മിറ്റി ചെയർപേഴ്സൺ. 3 കാവ്യ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചു. സഖ്യപുത്രി, പരിഭ്രമത്തിന്റെ പാനപാത്രം, ദൈവത്തിന്റെ സ്നേഹിതൻ. അദ്ദേഹത്തെ വളരെ ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും ഉദാത്തം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പടവിലേക്ക് നമ്മൾ വന്നെത്തിയിരിക്കുകയാണ്. കവിയരങ്ങാണ്, കാവ്യമേളയാണ്. നമ്മുടെ മുമ്പിൽ 75 മിനിറ്റാണുള്ളത്. 9ഓളം കവികൾ ഇവിടെ കവിത ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും സമയം തക്കത്തിന് ഷെയർ ചെയ്ത് ഉപയോഗിച്ചു കൊള്ളണം എന്ന് അപേക്ഷിക്കുന്നു. മലയാളത്തിലെ ഉന്നത ശീർഷരായ കവിവരന്മാർ അവരുടെ കവിതയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിച്ചു പോകണം എന്നെനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ സമയം അതിന് അനുവദിക്കും എന്ന് തോന്നുന്നില്ല. എന്നിരുന്നാലും നമുക്ക് എഴുത്തച്ഛനിൽ തുടങ്ങാം. സാരസ്യ പീയൂഷ സാരസർവസ്വമേ എന്നാണ് അദ്ദേഹം കവിതയെ വിളിച്ചത്. കവിതയെ വാത്സല്യപൂർവ്വം വിളിച്ചത്. സരസ്വതിയാകുന്ന പീയൂഷത്തിൻ്റെ അന്തസത്ത അല്ലെങ്കിൽ എസൻസ്, അതാണ് കവിത എന്ന് നമ്മുടെ കവികുലഗുരുവായ, മലയാളത്തിന്റെ കവികുലഗുരുവായ, ഭാഷാപിതാവായ എഴുത്തച്ഛൻ നമ്മോട് പറയുന്നു. അപ്പം അതിനപ്പുറത്തേക്ക് ആരെന്താണ് പറയേണ്ടത്? ഞാനത് നെഞ്ചിലേക്ക് കാണിക്കുന്ന ഒരു വരികയാണ് ഇവിടെ സൂചിപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ. എഴുത്തച്ഛൻ്റെ അമൃത കുംഭത്തിൽ നിന്ന് ഏതാനും തുള്ളികൾ നമുക്ക് പകർന്നു തരുവാൻ ഒരാൾ നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം അതിന് സർവ്വതാ യോഗ്യനാണ്. നമ്മുടെ തൊട്ടയൽ രാജ്യമായ നമ്മൾ കവികൾ അതിനെ സംസ്ഥാനമാക്കുവാൻ അനുവദിക്കുന്നതല്ല, രാജ്യമായിട്ട് നമുക്ക്. അതുകൊണ്ട് അത് കവികളുടെ ഡോക്ടർ ശ്രീ സുകുമാർ ഖാൻ. പെട്ടെന്ന് നമ്മുടെ രാമായണത്തെ പറ്റി ഉള്ള ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ തീക്കടൽ കടന്നിൽ തിരുമധുരം എന്ന നോവൽ നമ്മുടെ ശ്രീരാധാകൃഷ്ണൻ സാർ എഴുതിയല്ലോ. അപ്പോൾ അത് വായിച്ചതിൻ്റെ ആ ഒരു വികാര പാരവശ്യത്തിൽ കണ്ടൊക്കെ നിറഞ്ഞ് അദ്ദേഹത്തിന് അന്ന് മാതൃഭൂമിയിൽ വാരാന്തത്തിലാണ് വന്നത്. അത് ഇതെഴുതി സാർ ഇത്രയും ഗംഭീര ഇത് കൃതി ഞാൻ വായിച്ചിട്ടില്ല, ഞാൻ വായിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല കൃതിയാണ് എന്ന് പറഞ്ഞ് ഒരു മെയിൽ അയച്ചു. അദ്ദേഹം സന്തോഷത്തോടെ അദ്ദേഹത്തിന് കുറച്ച് കന്യാസ്ത്രീമാരുടെ അടുത്തു നിന്നൊക്കെ കിട്ടിയിട്ടുള്ള അഭിനന്ദനങ്ങളുടെ ഇമെയിൽ കോപ്പി ചെയ്ത് എനിക്ക് അയച്ചു. അപ്പം അതായത് പല തലത്തിൽ ഇത് ആഘോഷിക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ ഒരു ഫാസ്റ്റ് ഫോർവേഡ് ഒരു 4 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ രാമായണം കമ്പോട് കമ്പ് വായിച്ച ഒരു ഓഡിയോ ബുക്കായിട്ട് ഗുരുവായൂർ.com ഇട്ടു. അതാണ് ഒരു മാതൃഭൂമിയൊക്കെ ഒരു 4-5 കൊല്ലം അവരുടെ രാമായണ മാസത്തിൽ ആ ഓഡിയോ ആണ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് ഓഡിയോ ചെയ്ത് കഴിഞ്ഞ ഉടനെ ഞാൻ സാറിന് എഴുതി, സാറിൻ്റെ ബുക്ക് ഞാൻ 2ാമത്തെ ബുക്കായിട്ട് വയ്ക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ബുക്ക് രാമായണം തന്നെ. അദ്ദേഹം എനിക്ക് നീണ്ടൊരു ഇമെയിൽ എഴുതി, ഈ ഒരു തിരിച്ചറിവ് മനുഷ്യർക്ക് ഉണ്ടാവാൻ വേണ്ടിയാണ് ഞാൻ തീക്കടൽ കടന്ന് തിരുമധുരം എഴുതിയത്. എഴുത്തച്ഛൻ, ഭാഷാപിതാവ്, സുന്ദരകാന്ഡം, കളകാഞ്ചി വൃത്തം, ചെറിയൊരു ഭാഗം വായിക്കാം. മൈനാക ദർശനം. മൈനാകം കടലിൽ നിന്ന് ഉയർന്നു വന്ന് ഹനുമാന് ഒരു ആതിഥ്യം നൽകുന്ന ഒരു സമയമാണ്. ഈ സുന്ദരകാന്ഡം നമുക്ക് പല രീതിയിൽ വായിക്കാം. അമ്മമാരൊക്കെ വായിക്കുന്ന പോലെ വായിക്കാം. ഇപ്പോൾ വാസ്തവത്തിൽ അമ്മമാർ വായിക്കുന്ന പോലുള്ള ഒരു ചുറ്റുപാടാണ്. ഊണ് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് അമ്മമാർ വായിക്കാറുള്ള ഒരു സാധനമാണ് രാമായണം. സാധാരണ ഈ രാമായണ മാസം ഒരു ഫാഷനിലാവുന്നതിന് മുമ്പ് എല്ലാ വീടുകളിലും ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് മാറി അമ്മമാർ വായിച്ചുകൊണ്ടിരുന്ന ഒരു സംഗതി. എല്ലാ വീടുകളിലും അല്ല, പല വീടുകളിലും. ഈ സുന്ദരകാന്ഡാകുമ്പോൾ ഇത് റാപ്പ് പാടുന്ന പോലെ വേണമെങ്കിൽ പാടാം. അത്ര താളനിബദ്ധമാണല്ലോ. മൈനാക ദർശനം. പവനസുതനഥ ഗഗനപഥി ഗരുഡ തുല്യനായി പാഞ്ഞു പാരാവാരമീതേ ഗമിക്കുമ്പോൾ ജലനിധിയുമചലവരനോടു ചൊല്ലിടിനാൻ, ചെന്നു നീ സൽക്കരിക്കേണം കവീന്ദ്രനെ, നഗര നരപതി തനയരെന്നെ വളർക്കയാൽ സാഗരമെന്നു ചൊല്ലുന്നിതെല്ലാവരും. തദഭിജന ഭവനറിക രാമൻ തിരുവടി, തസ്യ കാര്യാർത്ഥമായി
പോകുന്നതുമിവൻ. ഇടയിലൊരു പതനമവനില്ല തൽക്കാരണാൽ ഇച്ഛയാ പൊങ്ങി തളർച്ച തീർത്തിടണം. മണികനകമയനമലനായ മൈനാകവും മാനുഷവേഷം ധരിച്ചു ചൊല്ലിടിനാൻ. ഹിമഗിരി ഹിമശിഖരി തനയനഹമറിക കവിവീരനീ എന്മേലിരുന്നു തളർച്ചയും തീർക്കടോ. സലിലനിധി സരഭസമയക്കയാൽ വന്നു ഞാൻ സാദവും ദാഹവും തീർത്തു പൊയ്ക്കൊള്ളുകടോ. അമൃത സമജലവുമതി മധുര മധുപൂരവും ആദ്രപക്വങ്ങളും ഭക്ഷിച്ചുകൊള്ളുക നീ. അലമലമിതരുതരുതു രാമകാര്യാർത്ഥമായി ആശു പോകും വിധൗ പാക്കരുതെങ്ങുമേ. പെരുവഴിയിലശന ശയനങ്ങൾ ചെയ്യുന്നതും പേർത്തു മറ്റൊന്നു ഭാവിക്കയെന്നുള്ളതും അനുചിതമിതറിക രഘുകുല തിലക കാര്യങ്ങൾ അൻപോടു സാധിച്ചൊഴിഞ്ഞരുതൊന്നുമേ. വിഗത ഭയമിനി വരവൊടിന്നു ഞാൻ പോകുന്നു ബന്ധു സൽക്കാരം പരിഗ്രഹിച്ചേനഹം. പവനസുതനിവയുമുര ചെയ്തു തൻ കൈകളാൽ പർവ്വതാധീശ്വരനെ തലോടിയിടിനാൻ. പുനരവനു മനില സമമുഴറി നടക്കൊണ്ടിതു പുണ്യ ജനേന്ദ്രപുരം പ്രതി സംഭ്രമാ. ഇങ്ങനെ കടന്നു പോവുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് പല രീതിയിൽ ആൾക്കാർ വായിക്കുന്ന ഇത് കേട്ടിട്ടുണ്ട്. ഇവൻ ഞാൻ പറഞ്ഞ പോലെ റാപ്പൊക്കെ ചെയ്യണം. പവനസുതനഥകനപതികരുടെ അമ്മ തല്ലും. അതുകൊണ്ട് ഞാൻ ഇനി തുടരുന്നില്ല. അത് നഗര നരപതി എന്നാണോ? നഗര പിന്നെ അതിനകത്ത് രണ്ടാമത്തെ നഗര സകര അടുത്തതായിട്ട് ഞാൻ വിളിക്കുന്നത് എം എൻ സാറിനെയാണ്. സാധാരണ കവിയരങ്ങളിൽ വന്നോളൂ സാറിന് കവിയരങ്ങളിൽ എം എൻ സാറിനെയാണ് ഒന്നാമത് വിളിക്കുന്നത്. പക്ഷേ ഇത്തവണ എഴുപത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് എം എൻ സാറിന് രണ്ടാമത്തെ സ്ഥാനം കൊടുക്കുകയാണ്. എം എൻ സാറിനെ നമ്മളെല്ലാവരും ഇവിടെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. പക്ഷേ ഞാൻ പരിചയപ്പെടുത്തിയാൽ അത് ആതിഥേയനെ വീട്ടുകാർക്ക് പരിചയപ്പെടുത്തിയതുപോലെ ആയിപ്പോകും. അതുകൊണ്ട് ആ കർമ്മത്തിൽ കിടക്കുന്നില്ല. ഞാൻ വായിക്കാൻ പോകുന്ന കവിതയുടെ പേര് നക്ഷത്ര ധൂളി എന്നാണ്. ഈ പേരിലൊരു ചെറിയ പുസ്തകം ഉണ്ട്. എൻ്റെ കവിതകളുടെ ആദ്യത്തെ സമാഹാരമായിട്ട് 2000 പബ്ലിഷ് ചെയ്തതാണ്. അതിൻ്റെ കോപ്പി എൻ്റെ കയ്യിൽ ഇപ്പോഴില്ല, കൊണ്ടുവന്നിട്ടില്ല. കുറച്ച് കോപ്പികളേ ഉള്ളൂ ബാക്കി. അതുകൊണ്ട് ഈ കവിത ഞാൻ അപ്പോൾ ഈ നക്ഷത്ര ധൂളിയെ പറ്റി 2 വാക്ക് ആദ്യം പറയാം. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിൻ്റെ ആദിമ മുഹൂർത്തത്തിൽ ഹൈഡ്രജനും ഹീലിയവും 2 എലിമെൻറ്റ്സ് 2 മൂലകങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിനുശേഷം ആദ്യമായിട്ട് നക്ഷത്രങ്ങൾ ഉണ്ടായപ്പോൾ ആ നക്ഷത്രങ്ങൾക്കകത്ത് നിർമ്മിക്കപ്പെട്ടവയാണ് അതിൽ കൂടുതൽ ഭാരം കൂടിയ ഇപ്പോൾ കാർബൺ, നൈട്രജൻ, ഓക്സിജൻ അങ്ങനെ പോയപ്പോൾ യുറേനിയം വരെ ഉള്ള മൂലകങ്ങളൊക്കെ. അതിൽ ചില നക്ഷത്രങ്ങൾ അവയുടെ ജീവിത അവസാനത്തിലെത്തുമ്പോൾ പൊട്ടിത്തെറിച്ച് സൂപ്പർനോവ എന്ന് പറയും, പൊട്ടിത്തെറിച്ച് കഴിയുമ്പോൾ അതിനകത്ത് ഈ ഉണ്ടായിരിക്കുന്ന ഹെവി എലിമെൻറ്റ്സ്, അപ്പോൾ ഈ കാർബൺ, നൈട്രജനേക്കാൾ അവിടുന്ന് കൂടുതൽ ഭാരമുള്ള അയൺ, അതിനേക്കാൾ കൂടുതൽ ഒരുമാതിരി അതിനകത്തുള്ള എല്ലാ മൂലകങ്ങളും ആകാശത്ത് സ്പേസിൽ അത് ചിതറും. അങ്ങനെ ചിതറിക്കിടക്കുന്ന പാർട്ടിക്കിൾസിനെയൊക്കെ
സ്വരൂപിച്ചെടുത്ത പുതിയ ഇങ്ങനെ സെലസ്റ്റിയൽ ബോഡീസ് ഉണ്ടാവും. അത് ഗ്രഹങ്ങൾ ആയിട്ട് ഉണ്ടായാൽ അവ സൗകര്യം പോലെ അവർക്ക് ചുറ്റുമുള്ള അടുത്തുള്ള ഒരു ചില നക്ഷത്രങ്ങളെ, പുതിയ നക്ഷത്രങ്ങളെ ചുറ്റിഭ്രമണം ചെയ്യും. അപ്പം നമ്മുടെ ഭൂമി അങ്ങനെ ഒരെണ്ണമാണ്. നമ്മുടെ ഭൂമി ഉണ്ടായപ്പോൾ അതിലിതുപോലെ ഹെവി എലമെൻറ്റ്സ് ഒരുപാട് ഈ നേരത്തെ സ്പേസിൽ ചെതറിക്കിടന്നിരുന്നത് എല്ലാം കൂടെ ചേർന്ന് സ്വരൂപിച്ചുണ്ടാക്കി ഉണ്ടായിട്ട് അങ്ങനെയാണ് ഈ ഭൂമിയുടെ ഘടന. അപ്പോൾ ആ ഭൂമി എന്നിട്ട് സൂര്യനെ ചുറ്റി ഭ്രമണം ചെയ്യുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അപ്പോൾ ആ ഭൂമിയിലുള്ള കണികകളൊക്കെയാണ് നമ്മുടെ ശരീരവും. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് വരുന്നത് നമ്മുടെ ശരീരം ശരിക്കും നക്ഷത്രധൂളി ആണ്. നക്ഷത്രങ്ങളിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് നക്ഷത്രങ്ങളിൽ അകത്തുണ്ടായിരുന്ന ദ്രവ്യങ്ങളും പൊട്ടിത്തെറിച്ചപ്പോൾ സ്പേസിലൊക്കെ ചെതറിപ്പോയ ആ പൊടിയാണ് നമ്മൾ. അപ്പോൾ വലിയ അഭിമാനിക്കേണ്ട ഒരു കാര്യമാണ്, നക്ഷത്രധൂളിയാണ് നമ്മൾ. അങ്ങനെ നമ്മളുടെ നക്ഷത്രധൂളി കൊണ്ട് നമ്മുടെ ശരീരം ഉണ്ടാക്കി തീർത്ത പ്രകൃതി അമ്പയ്ക്ക് ഒരു സ്തുതിയും നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ടൊരു കൊച്ചു ഒരു കവിത അത്രയേ ഉള്ളൂ. ഇതൊക്കെ എഴുതി വെച്ചാൽ കൃത്യമായിട്ട് എഴുതി വായിക്കാമായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ ഈ അന്ധാളിത്തം എന്ന് പറയും, എൻ്റെ മുത്തശ്ശനെയൊക്കെ പറയും പ്രായമായി അന്ധാളിത്തം ആണ് സംഭവം. അപ്പോൾ നക്ഷത്രധൂളി. നക്ഷത്രധൂളിയാണ് എന്നുടൽ വാത്സല്യം എത്ര ചൊരിഞ്ഞു നീ അമ്പയൻ സൃഷ്ടിയിൽ. നക്ഷത്രധൂളിയാണ് എന്നുടൽ വാത്സല്യം എത്ര ചൊരിഞ്ഞു നീ അമ്പയൻ സൃഷ്ടിയിൽ. മായാപ്രപഞ്ചമിതിൻ പിഞ്ചുനാളിൽ നീ ലീലയായി അമ്പരവീതിയിലാകവേ ആയിരം ആയിരം ആഗ്നേയഗോളങ്ങൾ ഊതിപ്പരിപ്പിച്ച് അണിനിരത്തിയിലയോ. മായാപ്രപഞ്ചമിതിൻ പിഞ്ചുനാളിൽ നീ ലീലയായി അമ്പരവീതിയിലാകവേ ആയിരം ആയിരം ആഗ്നേയഗോളങ്ങൾ ഊതിപ്പിടിപ്പിച്ച് അണിനിരത്തിയിലയോ. പൊൽത്താരകളായി നിന്നവർ മിന്നി നീ ഉൾത്തടം തീച്ചൂളയാക്കി മാറ്റുമ്പോഴും. പൊൽത്താരകളായി നിന്നവർ മിന്നി നീ ഉൾത്തടം തീച്ചൂളയാക്കി മാറ്റുമ്പോഴും. ആദിപ്രപഞ്ചകണികകൾ അമ്പ നിൻ പാദരേണുക്കൾ. ആദിപ്രപഞ്ചകണികകൾ അമ്പ നിൻ പാദരേണുക്കൾ. അവയിൽ നിസ്തുല പ്രേമതൈലം തളിച്ചെത്ര കാലം സ്ഫുടം ചെയ്തു നീ ആ താരഗർഭാന്തരാഗ്നിയിൽ. ആദിപ്രപഞ്ചകണികകൾ അമ്പ നിൻഹി പാദരേണുക്കൾ. അവയിൽ നിസ്തുല പ്രേമതൈലം തളിച്ചെത്ര കാലം സ്ഫുടം ചെയ്തു നീ ആ താരഗർഭാന്തരാഗ്നിയിൽ. പിന്നെ അത്യുൽക്കട സ്ഫോടനത്തിൽ ഛിന്ന ഭിന്നമായി താരകൾ ഓരോന്നും എങ്ങുമേ ചിന്നി നീ സംശോധനം ചെയ്ത മായിക പൊന്ന്. പിന്നെ അത്യുൽക്കട സ്ഫോടനത്തിൽ ഛിന്ന ഭിന്നമായി താരകൾ ഓരോന്നും എങ്ങുമേ ചിന്നി നീ സംശോധനം ചെയ്ത മായിക പൊന്ന്. അത് തൂത്തെടുത്തലീ ചമച്ചതീ മഞ്ഞും പറവയും പൂക്കളും തെല്ലുമേ നിൻ വൈഭവം തിരിയാത്തൊരെന്തേഹവും. പിന്നെ അത്യുൽക്കട സ്ഫോടനത്തിൽ ഛിന്ന ഭിന്നമായി താരകൾ ഓരോന്നും എങ്ങുമേ ചിന്നി നീ സംശോധനം ചെയ്ത മായിക പൊന്നത് തൂത്തെടുത്തല്ലീ ചമച്ചതീ മഞ്ഞും പറവയും പൂക്കളും തെല്ലുമേ നിൻ വൈഭവം തിരിയാത്തൊരെന്തേഹം. ക്ഷുദ്രമാമെൻ തനു തീർക്കുവാനോ ദീർഘവിശ്രമം. ക്ഷുദ്രമാമെൻ തനു തീർക്കുവാനോ ദീർഘമിശ്രമം. നന്ദി ഞാൻ ചൊല്ലേണ്ടതെങ്ങനെ. ക്ഷുദ്രമെന്നോതിയോ മാപ്പ്. ക്ഷുദ്രമെന്നോതിയോ ഞാൻ മാപ്പ്. ഇത് അമ്പതൻ നൃത്തക്കളമല്ലി തെല്ലുനാൾക്കെങ്കിലും. ക്ഷുദ്രമെന്നോതിയോ. ക്ഷുദ്രമാമെൻ തനു തീർക്കുവാനോ ദീർഘമിശ്രമം. നന്ദി ഞാൻ ചൊല്ലേണ്ടതെങ്ങനെ. ക്ഷുദ്രമെന്നോതിയോ ഞാൻ മാപ്പ്. ഇത് അമ്പതൻ നൃത്തക്കളമല്ലി തെല്ലുനാൾക്കെങ്കിലും. സാറിന്റെ നക്ഷത്രധൂളി, പ്രപഞ്ച ലോട്ടറി, അത് 2 കാവ്യ സമാഹാരങ്ങളും ഞാൻ മുഴുവനും വായിച്ചിട്ടുണ്ട്. നല്ല നല്ല കവിത. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ ഭൂമിയെ തിരിഞ്ഞു നോക്കി പോകുന്ന ഒരു സാറ്റലൈറ്റിന്റെ ചിത്രീകരണം.
വളരെ മനോഹരമായിട്ടൊരു കവിത. ആ കവിതയുടെ പേരെന്താണ് സാറേ? ഭൂമിയെ അയ്യോ, തിരിഞ്ഞു നോക്കി. അത് ഞാൻ കവിതയുടെ പേര് പറഞ്ഞു. ഭൂമിയെ തിരിഞ്ഞു നോക്കി. ഭൂദർശനം മറ്റുമാണ്. അത് അതിന്റെ പേര് ഞാൻ മാറ്റി പകുതിക്ക് വെച്ചപ്പോ ഇനിയിപ്പോ അവസാനത്തെ പേര് എനിക്ക് ഭൂദർശനം എന്നാണ്. സമാഹാരത്തിലെ ഏറ്റവും നല്ലൊരു കവിത. അവിടെ പോകുന്ന ഈ കസീനി എന്ന് പറയുന്ന സ്പേസ് ക്രാഫ്റ്റ്, അത് ചന്ദ്രനെ അല്ല പിന്നെ ശനി ഗ്രഹത്തിന്റെ അതിന്റെ ചുറ്റുമുള്ള റിങ്സ് ഒക്കെ ഉണ്ടല്ലോ, ഈ അവയെ പഠിക്കാൻ വേണ്ടി ഇവിടെ നയിച്ചതാണ്. അപ്പൊ അതിങ്ങനെ അതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ 10-16 കൊല്ലം സ്പേസ് ക്രാഫ്റ്റ് ഈ റിങ്സിന്റെ ഇടയ്ക്ക് പോയി അതിൽ പിന്നെ കസീനയുടെ പിന്നെ ശനിയുടെ ഏറ്റവും വലിയൊരു ഉപഗ്രഹമുണ്ട് ടൈറ്റൻ, അതിൻ്റെയൊക്കെ അടുത്ത് പോയി അത് പടമൊക്കെ എടുത്ത് അതൊക്കെ ഇങ്ങോട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് നോക്കും ഭൂമി എവിടെ ഉണ്ടോയെന്ന് അറിയാം, അവിടെ നിന്ന് പടം എടുക്കും. അപ്പം കസീനയുടെ ഒരു ആത്മകഥമായിട്ടാണ് ആ കവിത. അവസാനിക്കാറായി. ഇനിയും അവിടെ തന്നെ ദഹിക്കുകയാണ്, അവിടെ തന്നെ വീണ്. അപ്പം അത് വീഴുന്നതിന് മുമ്പിൽ കുറെ പ്രാവശ്യവും കൂടെ ഭൂമിയെ കാണാനുള്ള അവസരം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സന്തോഷിക്കണു എന്നൊക്കെ പറഞ്ഞാണ് കവിത. വളരെ മനോഹരമായ ഒരു കവിതയായിട്ട് എൻ്റെ മനസ്സിൽ അത് കഴിഞ്ഞു. അടുത്തത് മൂന്നാമതായിട്ട് ആത്മരാമനാണ്. ആത്മരാമൻ സ്വന്തം കവിത അവതരിപ്പിക്കാൻ എന്ന് സമ്മതിച്ചിട്ടുണ്ട്. ദൈവം മുന്നിലേക്ക് കടന്നു വരിക. ആത്മരാമൻ മലയാള കവിതയുടെ അതോറിറ്റിയാണ്. മലയാള കവിതയെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റിയ വ്യക്തിയാണ് ശ്രീ ആത്മരാമൻ. ഇന്നലെ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ കൃതികളെ കുറിച്ചൊക്കെ നല്ല ഭംഗിയായിട്ട് ഇവിടെ അവതരിപ്പിച്ച് പറയുകയുണ്ടായി. ഞാൻ മൈക്ക് ശ്രീ ആത്മരാമന് കൈമാറുന്നു. കരുണ 255 വരെയും കാണപ്പെടാൻ അറിയുന്നതാണ്. Before I speak or recite the poem, ഇന്നിവിടെ ഒരുപാട് പേര് 2-3 സെഷനിലായിട്ട് സംസാരിച്ചല്ലോ. I am really impressed by the way you did it. പറയാൻ നിർത്തിയില്ല. കേരളത്തിൽ നടക്കില്ല, ഉറപ്പായിട്ടും പറയാം. ഇപ്പോൾ ഉമേഷ് കാളിദാസിനെ പറ്റി ചൊല്ലുന്നു, ഇദ്ദേഹം കരുണ മുഴുവൻ കാണാതിരുന്നു, ടോം ഭാരതവരെണ്ണം ചെയ്യുന്നു, Damu is speaking about his novels. It's very difficult. It's not easy to get such a crop even in Kerala. പിന്നെ ഞാൻ സുകുമാരിയോട് പറയായിരുന്നു, the way he conducted it with so much of love, so much of affection, so much of organizational power and punctuality. Again, thumbs up. Not to forget Srivalsan about Kazakh. എല്ലാവരുടെയും ഒരു എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റൻ ആയിരുന്നു, ഖസാക്ക് വായിച്ചിട്ടുണ്ടോ? ഖസാക്ക് വായിച്ചിട്ട് നിങ്ങൾ എന്ത് സംഭവിച്ചു? യുവർ പ്രീ റീഡിങ് ഖസാക്ക് ആർ പോസ്റ്റ് റീഡിങ് ഖസാക്ക് എന്ത് സംഭവിച്ചു? ഇങ്ങനെയാണ് പലപ്പോഴും സംസാരിക്കാറുള്ളത്. ഞങ്ങള് ഇവിടെ ഈ വർക്ക് ഫ്രം ഹോം എന്നുള്ള സാധ്യതകളൊക്കെ വന്നപ്പോഴും എൻ്റെ മകൻ ഇവിടുന്ന് ഓസ്റ്റിനിലേക്ക് പോയി. ഇവിടം വിട്ട് ഇവന്റെ വീടൊക്കെ വാടകയ്ക്ക് കൊടുത്ത് ഇവൻ ഓസ്റ്റിനിൽ പോയി അവിടെ ഒരു വീട് മേടിച്ച് അവിടെ താമസിച്ചു കുറച്ചു കാലം. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ അവന്റെ പത്നിയുടെ ചേച്ചി അവിടെ സാൻ ആന്റോണിയോയിലുണ്ട്. അതുകൊണ്ടാണ് അവിടെ പോയി താമസമായത്. അവിടെ താമസമായപ്പോഴാണ് ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. പിന്നെ അത് വാടകയ്ക്ക് കൊടുത്ത് ഇങ്ങടേക്ക് വന്നു. അപ്പൊ ഇവിടുത്തെ വീട് വാടകയ്ക്ക് കിട്ടി, അത് വേറെ പ്രശ്നം പോട്ടെ. അപ്പൊ അന്ന് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഈ ചേച്ചിയെ കാണാനായിട്ട് ഈ വിനിത എന്ന് പറയുന്ന ഈ കുട്ടിയും എൻ്റെ കൊച്ചുമോള് ലയയും നന്ദുവിന്റെ അമ്മയായ അമ്പികയും കൂടി 2 ദിവസം ഒരു സാൻ ആന്റോണിയിലേക്ക് പോയി. സന്തോഷമായിട്ട് ഞാൻ 2 ദിവസം സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് സ്വതന്ത്രമായിട്ട് ജീവിച്ചു. അന്ന് എഴുതിയ കവിതയാണ്. 2 കൊല്ലം 2 കൊല്ലമായിട്ടുണ്ടാവും. എന്താ കാരണം എന്ന് വെച്ചാൽ ഇന്നലെ എമ്മൻചേട്ടൻ്റെ കാര്യം പറഞ്ഞില്ലേ, 75 കണ്ടു എന്ന് പറഞ്ഞില്ലേ? MST ആണ് 75 കണ്ടത്, അങ്ങനെയല്ല. 45 കൊല്ലം 45 ജീവിതത്തിലെ 3/4 ഭാഗം ഞാൻ ജീവിച്ചത് വിഷ്ണുനാരായണപുരം കൂടെയാണ്. അദ്ദേഹത്തിന്റെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യുന്ന ചിത്രം എന്ന് വെച്ചാൽ നോട്ട് ജസ്റ്റ് ദ ഫോട്ടോഗ്രാഫ്സ് ബട്ട് ഓൾസോ ദ വീഡിയോസ് എനിക്ക് അവരുടെ മകൾ അയച്ചത്, മകളുടെ ഭർത്താവ് അയച്ചത്, മണിയാണ് അയച്ചത്, കക്കാട് മണി അയച്ചത്. ഞാൻ മാത്രമേ ഉള്ളൂ
ഈ പടങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇവർ വന്നപ്പോഴേക്കും എഴുതിയതാണ് ഈ കവിത. ഈ ഞാൻ കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും സുന്ദരനായ മനുഷ്യൻ, ഏറ്റവും മാന്യനായ മനുഷ്യൻ, പിന്നെ അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങളിലെ പാണ്ഡിത്യം അഗാധമായിരുന്നു. അറിയാവുന്ന കാര്യങ്ങൾ, അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ല, എല്ലാവർക്കും മനുഷ്യരുണ്ടാവില്ല, പക്ഷെ അറിയുന്നത് ശരിക്കും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വെരി ഡിഫറെന്റ് പേഴ്സൺ. പിന്നെ ഇവിടെ ആരും ഉണ്ടായിരുന്നല്ലോ, ഫിസിക്സ് പഠിച്ചിട്ട് പിന്നെ മലയാളത്തിലേക്ക് പോയ ആരായിരുന്നു? ആരുടെ ഒരു കാര്യത്തിൽ ഞാൻ വായിച്ചു, അദ്ദേഹം ഫിസിക്സ് ആയിരുന്നു വിഷയം. അത് കഴിഞ്ഞിട്ടാണ് ഇംഗ്ലീഷ് പഠിച്ചത്. ഫിസിക്സ് പഠിച്ചതിന്റെ സകല ഗുണങ്ങളും അന്ത്യശ്വാസം വരെ അദ്ദേഹം നിലനിർത്തി. മലയാളത്തിൽ കവിത എഴുതുക, ഇംഗ്ലീഷ് പഠിപ്പിക്കുക, വായിക്കുക നമ്മുടെ സംസ്കൃതം. ഇങ്ങനൊരു അസാമാന്യ മനുഷ്യനും കൂടി ആയിരുന്നു. UGC സ്കെയില് കൊടുക്കാൻ പാടില്ല എന്ന് സമരം ചെയ്ത ആളാണ്. ഒരേ ഒരു അധ്യാപകൻ കേരളത്തിൽ സമരം ചെയ്ത ഇദ്ദേഹം മാത്രമേ ഉള്ളൂ. UGC സ്കെയിൽ കൊടുക്കല്ല വേണ്ടത്, കുട്ടികളോട് സ്നേഹം വേണം, കുട്ടികളെ പഠിപ്പിക്കാൻ പഠിക്കൂ, നിങ്ങൾ അല്ലാതെ സ്കെയിൽ പഠിക്കാൻ നോക്കല്ലേ എന്ന് പറഞ്ഞൊരാളായിരുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, സിമന്റ് കരിഞ്ചന്തയിൽ വാങ്ങില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്യാൻ പോയ ആളാണ്. അത്രയ്ക്ക് വലിയൊരു മോഡലായിരുന്നു. കണ്ടിട്ടുള്ളവരൊക്കെ അത് ഓർമ്മ ഉണ്ടാവും. വിനോദൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള ആളാണ്. I don't know how many of you have seen him. Great man. അപ്പൊ ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടെ 45 കൊല്ലം എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതിനകത്ത് പല ഭൂഖണ്ഡങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. അമേരിക്കയില്, യൂറോപ്പില്, പലയിടത്തും യാത്ര ചെയ്തിട്ടുണ്ട്. We went up to Athens. ആഥൻസിൽ പോയിട്ട് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചു. Towards the end of his life, he tended to move away from Gandhi towards Jayaprakash Narayan. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ ജയപ്രകാശ് നാരായണന്റെ കാര്യത്തില് there was a vow of celibacy which his wife Prabhavati was asked to take by Gandhi. അപ്പോൾ ജയപ്രകാശ് നാരായൺ ഇന്ത്യക്ക് പുറത്താണ്, അദ്ദേഹം പഠിച്ച് അമേരിക്കയിൽ നിന്ന് വന്ന സമയത്താണ് ഈ പ്രഭാവതി ഈ വോവിന്റെ കാര്യം പറയുന്നത്. അപ്പൊ അതിനകത്തൊരു ഗ്രേറ്റർ ഹ്യൂമൻ ട്രാജഡി ഉണ്ട് എന്ന് അദ്ദേഹം കണ്ടിരുന്നു. അങ്ങനെ ജയപ്രകാശിനോടുള്ള താല്പര്യം ഞാൻ ശരിക്കും കണ്ടത് 1975-76 സമയത്ത് അദ്ദേഹം ട്രിവാൻഡ്രത്ത് വന്നപ്പോഴാണ്. ജയപ്രകാശ് വന്നപ്പോൾ ഞങ്ങൾ നടന്നാണ് ജയപ്രകാശിനെ കാണാനായിട്ട് പോയത്, ടു ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സ് ഹാൾ. അപ്പോൾ അവിടെ ചുവരില് മുദ്രാവാക്യങ്ങളുണ്ടായിരുന്നു. ഫാഷിസ്റ്റ് JP ഗോ ബാക്ക്, ഫാഷിസ്റ്റ് JP ഗോ ബാക്ക് എന്ന് എഴുതിയിരുന്ന ചുവരെഴുത്തുകൾ ഉണ്ടായിരുന്നു. ഇത് എഴുതിയതാണെന്നറിയോ? എഴുതിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയാണ്, CPIM അല്ല, CPI. അപ്പൊ മാഷ് ഇത് ആദ്യത്തെ ചുവരെഴുത്ത് കണ്ടപ്പോൾ അവിടെ നിന്നിട്ട് ചോദിച്ചു, അതെന്താ കൃഷ്ണകുമാർ ഇങ്ങനെ ഫാഷിസ്റ്റ് JP ഗോ ബാക്ക് എന്ന് പറയുന്നത്? ഈസ് ഹി എവർ എ ഫാഷിസ്റ്റ്? He has always turned down all his political fortunes. Then how can you call him fascist by any chance? പിന്നെയും അത് തന്നെ വരും, പിന്നെ അത് തന്നെ വരും. അങ്ങനെ ഞങ്ങൾ നടന്ന് ഈ മുദ്രാവാക്യങ്ങളെ കടന്നാണ് ഞങ്ങൾ ഈ എഞ്ചിനീയേഴ്സ് ഹാളിൽ പോയി ഇരുന്നത്. അപ്പോൾ അവിടെ പോയി ഇരുന്നപ്പോൾ JP അവിടെ ഇങ്ങനെ ഒരു ചെറിയ പോഡിയത്തിൽ ഈ സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ പോഡിയം അവിടെ ഉണ്ടായിരുന്നു, അത് താഴ്ത്തി വെച്ചു കൊടുത്തു. അപ്പോൾ ഇദ്ദേഹം വലിയ യോഗാസന വിദഗ്ധനായിരുന്നു. അപ്പോൾ വജ്രാസനത്തിൽ ഇരുന്നിട്ടാണ് ഈ മുഴുവൻ പ്രസംഗവും കേട്ടത്. എനിക്ക് ഇപ്പോഴും ആ ചിത്രം എൻ്റെ മുമ്പിലുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പല ചിത്രങ്ങളാണ് ഈ കവിത. പിന്നെ some of you might remember, he after retirement as the head of department of the English department in the University College Trivandrum. അതൊരു കഥയുണ്ട്. ആരോ എന്നിട്ട് ചോദിച്ചു, സാറല്ലേ ഇവിടെ ഹെഡ് ഇതിന്റെ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അല്ല ഞാനല്ല എന്നത്. അല്ല, സാറാണ് ഹെഡ് എന്നാണല്ലോ അവിടെ പറഞ്ഞത്. HOD സാറല്ലേ? HOD ഞാനാണ്, പക്ഷെ ഹെഡ് അല്ല എന്നത്. അപ്പൊ അതെന്താ സാർ അങ്ങനെ? ഞാൻ ഹാർട്ട് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് അല്ല എന്ന് പറഞ്ഞു.
ഈ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്ന ഇദ്ദേഹം റിട്ടയർമെന്റ് കഴിഞ്ഞത് 1994-ലാണ്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ അമ്മയുടെ ആഗ്രഹപ്രകാരം, അമ്മ പ്രസവിച്ച 5 കുട്ടികൾ മരിച്ചുപോയി, 6ാമത്തെ കുട്ടിയായിരുന്നു ഇദ്ദേഹം, ഒരേ ഒരു മകനായിരുന്നു. അപ്പൊ തിരുവല്ല അമ്പലത്തിലെ മേശാന്തിയായിട്ട് ജോലി ചെയ്യാനായിട്ട് മകനെ അയച്ചുകൊള്ളാം എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അത്രയും മകനുണ്ടായത്. അപ്പൊ ആ പ്രാർത്ഥനയും ആ പ്രതിജ്ഞയും പാലിക്കാൻ വേണ്ടി ഇദ്ദേഹം ജോലി റിട്ടയർ ചെയ്തതിനു ശേഷം അവിടെ 3 കൊല്ലം മേശാന്തിയായിട്ട് പോയി. അപ്പൊ മേശാന്തിയായിട്ട് പോകുമ്പോൾ ഞങ്ങൾ എല്ലാവരും, ഞാനും പി എൻ നന്ദും കൂടി മിക്കവാറും എല്ലാ മാസവും അവിടെ പോയി അദ്ദേഹത്തെ കാണും. ആ ചിത്രങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ അസ്ഥി നിമജ്ജനം ചെയ്യുന്ന ചിത്രങ്ങളാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് കവിതയുടെ പേര് എല്ലിൻ തുണ്ടുകൾ. ഇപ്പൊ ഇങ്ങനെ ഈ വൃത്തത്തിൽ നിന്ന് ആരും കവിത എഴുതാറില്ല. ഉമേഷ് മനസ്സിലാക്കിയിരിക്കും, ഈ കവിതയുടെ വൃത്തമൊക്കെ മനസ്സിലാക്കിയിരിക്കും. ചെമ്പട്ടു ഇത് കവിത നോക്കി വായിക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ നിർബന്ധം. അതുകൊണ്ട് നോക്കാതെ വായിക്കാം. സംശയം വന്നാൽ മാത്രമേ നോക്കുള്ളൂ. ചെമ്പട്ടു ചുറ്റിയൊരു മൺകുടം, അക്കുടത്തിൻ കണ്ഠം വരിഞ്ഞ ചെറുതാലി അഴിക്കെ, ഭാവബന്ധങ്ങളാറിയ ചിതാസ്മൃതി ഭസ്മം, ഊർജസ്പന്ദം നിലച്ച ശകലം വികലാസ്ഥിഖണ്ഡം. ചെമ്പട്ടു ചുറ്റിയൊരു മൺകുടം, അക്കുടത്തിൻ കണ്ഠം വരിഞ്ഞ ചെറുതാലി അഴിക്കെ, ഭാവബന്ധങ്ങളാറിയ ചിതാസ്മൃതി ഭസ്മം, ഊർജസ്പന്ദം നിലച്ച ശകലം വികലാസ്ഥിഖണ്ഡം. ആവാഹനത്തിനു മുതിർന്നിടുമെന്റെ കണ്ണിൽ പ്രാദുർഭവിപ്പു ഭവദീയ മനോജ്ഞരൂപം. ആചൂടപാദമതു തെല്ലിടയോർക്കുവാനുമാകാ മറൈപ്പു നയനങ്ങളെ അന്തരശ്രു. ആവാഹനത്തിനു മുതിർന്നിടുമെന്റെ കണ്ണിൽ പ്രാദുർഭവിപ്പു ഭവദീയ മനോജ്ഞരൂപം. ആചൂടപാദമതു തെല്ലിടയോർക്കുവാനുമാകാ മറൈപ്പു നയനങ്ങളെ അന്തരശ്രു. ഇനി if anyone of the audience have ever seen him, this is the picture. ധ്യാനിപ്പൻ അപ്രതിമ സുന്ദരമാനനത്തെ, ഗൗരാഭഹേമതനുവെ ശുഭസുസ്മിതത്തെ, മാലേയലേപരുചിരം നിടിലസ്ഥലത്തെ, വ്യായാമകർഷിത ബലിഷ്ഠ ഭുജദ്വയത്തെ. ധ്യാനിപ്പനപ്രതിമ സുന്ദരമാനനത്തെ, വെറുതെ പറയുന്നതല്ല. ഹി വാസ് വൺ ഓഫ് ദ ഹാൻഡ്സമസ്റ്റ് പീപ്പിൾ ഐ ഹാവ് എവർ സീൻ. ധ്യാനിപ്പനപ്രതിമ സുന്ദരമാനനത്തെ, ഗൗരാഭഹേമതനുവെ, പൊന്നിന്റെ നിറായിരുന്നു. ഗൗരാഭഹേമതനുവെ ശുഭസുസ്മിതത്തെ, മാലേയലേപരുചിരം നിടിലസ്ഥലത്തെ, വ്യായാമകർഷിത ബലിഷ്ഠ ഭുജദ്വയത്തെ. ചിത്രങ്ങൾ മങ്ങിമറയാത്തവ, ചിത്രങ്ങൾ മങ്ങിമറയാത്തവ, തറ്റുടുത്ത ചിത്രം. ഭവാൻ കരമുയർത്തി അനുഗ്രഹിക്കും ചിത്രം. പശിച്ച കിളികൾക്കു ഹവിസ്സു തൂകും ചിത്രം. വിനിദ്രനതിതാന്തൻ ഉലഞ്ഞ ചിത്രം. His daily routine started from about 4 o'clock in the morning till about 9 o'clock in the night. അതിനിടയ്ക്ക് 2 മണിക്കൂർ സമയം കിട്ടുള്ളായിരുന്നു. അതുകൊണ്ട് വലിയ ക്ഷീണമായിരുന്നു ഈ ജോലി ചെയ്യാന്ന് പറയുന്നത്. പിന്നെ ഇദ്ദേഹത്തിന് 6 അടി പൊക്കം, പക്ഷെ ഈ വിഗ്രഹത്തിന് അതിനേക്കാൾ പൊക്കമുണ്ട്. അപ്പൊ അദ്ദേഹം പറയാറുള്ളത്, ഞാൻ കൈ ഉയർത്തിയാൽ പോലും നെറ്റിട്ട് എത്തില്ല, അത്രയ്ക്ക് പൊക്കമുള്ള വിഗ്രഹമാണ്. പിന്നെ തിരുവല്ല അമ്പലത്തിലെ എല്ലാ പൂജാവിധികളും വ്യത്യസ്തമാണ്. സാധാരണ അമ്പലങ്ങളിലൊക്കെ അടച്ചു പൂജ എന്നാണ് പറയുക, ഇവിടെ മാത്രം തുറന്നു പൂജ. എല്ലാം വ്യത്യസ്തമാണ്. പിന്നെ മഹാവിഷ്ണുവിനെ ഉറക്കാൻ കിടത്തുക, ഉണർത്തുക, അങ്ങനത്തെ പല ജോലികളുണ്ട്. ഓൾ ദീസ് പിക്ചേഴ്സ്. ചിത്രങ്ങൾ മങ്ങിമറയാത്തവ, തറ്റുടുത്ത ചിത്രം. ഭവാൻ കരമുയർത്തി അനുഗ്രഹിക്കും ചിത്രം.
പശിച്ച കിളികൾക്കു ഹവിസ്സു തൂകും ചിത്രം, വിനിദ്രനദിതാന്തൻ ഉലഞ്ഞ ചിത്രം. വജ്രാസനസ്ഥനവിടുന്നു ജയപ്രകാശിൻ ശബ്ദത്തിൽ ഔപനിഷദോക്തികൾ കേട്ട ചിത്രം. പദ്മാസനത്തിൽ ഉദയത്തിൽ അധീനേ ചിന്മുദ്രാസമേതം അവിടുന്നു ഭജിച്ച ചിത്രം. ദിസ് ഇസ് ഫ്രം ഏഥൻസ്. ഞങ്ങളൊരു ഹോട്ടലിലാണ് താമസിച്ചത്. അപ്പൊ ഞാൻ ഉണങ്ങാൻ വൈകുന്ന ആളാണ്, ഉണരാൻ എണീക്കും വൈകുന്ന ആളാണ്. അതുകൊണ്ട് എന്നെ ഉണർത്താതിരിക്കാനായിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് ഇദ്ദേഹം അധീനയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്ന് പദ്മാസനത്തിൽ ഇരുന്നിട്ടാണ് നമസ്കരിക്കുക. അത് കുറെ നേരമുണ്ട്, മറക്കാൻ വയ്യ ചിത്രങ്ങളാണ്. വജ്രാസനസ്ഥനവിടുന്നു ജയപ്രകാശിൻ ശബ്ദത്തിൽ ഔപനിഷദോക്തികൾ കേട്ട ചിത്രം. പദ്മാസനസ്ഥൻ ഉദയത്തിൽ അധീനയ ചിന്മുദ്രാസമേതം അവിടുന്നു ഭജിച്ച ചിത്രം. എല്ലാം നിരർത്ഥകം, എല്ലാം നിരർത്ഥകമെരിഞ്ഞു കരിഞ്ഞൊരാഴക്കെല്ലിൻ പൊടിക്കകമിരിപ്പു മഹാർഹതത്വം. ഇല്ലാരസം രുധിരമജ്ജകൾ ഇല്ല മേധസ്, എല്ലൊന്നു മാത്രം ഇഹലോക നരാവശിഷ്ടം. മരിച്ചു കഴിഞ്ഞാൽ ഈ 5 ഇതാണെന്ന് അറിയാം. എന്താ പറയാ, രസം, രുധിരം, the water content, the blood, മജ്ജ, മാരോ, മേധസ്, ഈ അഡിപ്പോസ്, whatever, അതൊന്നും ബാക്കി നിൽക്കില്ല. അവസാനം നമുക്ക് കിട്ടുന്ന കുറച്ച് എല്ല് മാത്രമാണ്. എല്ലാണ് ജീവിതത്തിന്റെ തത്വം എന്ന് വിശ്വസിക്കാൻ തോന്നും. എല്ലാം നിരർത്ഥകം എരിഞ്ഞു കരിഞ്ഞൊരാഴക്കെല്ലിൻ പൊടിക്കകമിരിപ്പു മഹാർഹതത്വം. ഇല്ലാരസം രുധിരമജ്ജകൾ ഇല്ല മേധസ്, എല്ലൊന്നു മാത്രമിഹലോക നരാവശിഷ്ടം. ഈ എല്ല് കാണുമ്പോഴേ ഇത് ഏത് എല്ലാണെന്ന് മനസ്സിലാവുന്നില്ല. എവിടുത്തെ ഒരു എല്ല് എന്നല്ലാണ്ട് ഇദ്ദേഹത്തിന്റെ 6 അടി പൊക്കമുള്ള ഈ ശരീരത്തിന്റെ നമ്മൾ കണ്ടു വന്നിച്ചിരുന്ന ആ ശരീരത്തിന്റെ ഏതോ ഭാഗത്തുള്ള കുറച്ച് എല്ലിന്റെ കഷ്ണം മാത്രമാണ് നമ്മുടെ കിട്ടിയത്. ഏതെല്ലിതെന്നു തിരവേൻ, ഏതെല്ലിതെന്നു തിരവേൻ, ഇത് അനീതി കാൺകെ താഴാതെ നീർന്ന നെടുതാം നടുവെല്ലുതാനോ. അറിഞ്ഞൂടാ. ഏതായിടാമിതുലകത്തെ വിനീതിപൂർവം താണങ്ങു കുപ്പിയൊരു കൈവിരലെല്ലുതാനോ. ഏറ്റവും കൊച്ചു കുട്ടിയോടും പെരുമാറുന്ന അത്രയും വിനയത്തോടെയായിരുന്നു. ഏതനീതിയും എതിർക്കും, അവിടെ വിനയമൊന്നുമില്ല. ഏത് കുട്ടിയോടും വിനയം. ഏതെല്ലിതെന്നു തിരവേനിതനീതി കാൺകെ താഴാതെ നീർന്ന നെടുതാം നടുവെല്ലുതാനോ. ഏതായിടാമിതുലകത്തെ വിനീതിപൂർവം താണങ്ങു കൂപ്പിയൊരു കൈവിരലെല്ലുതാനോ. ആഴുന്നു നീറ്റിലൊടുവിൽ, നിമജ്ജനം ചെയ്യാൻ പോവാണല്ലോ. ഇത് ലാസ്റ്റ് റിമൈൻസ് ഓഫ് ഹിസ് ബോഡി. പിന്നെ ഓർമ്മകളേ ഉള്ളൂ. അവസാനത്തെ ഭൗതിക അവശിഷ്ടം ഈ എല്ലാണ്. ആഴുന്നു നീറ്റിലൊടുവിൽ ചിരകാലമെന്നിൽ പ്രാണൻ കണക്കു നിലകൊണ്ടവൻ. ആഴുന്നു നീറ്റിലൊടുവിൽ ചിരകാലമെന്നിൽ പ്രാണൻ കണക്കു നിലകൊണ്ടവൻ. അന്തിമ ഇന്ദ്രിയാലിംഗനത്തിൽ ഉണരുന്നിതകത്ത് വാത്സല്യോദാര വൈഷ്ണവവച സ്മൃതി കർമ്മകൂടം. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ, വാക്കുകൾ, കർമ്മങ്ങൾ. മുമ്പ് സൂചിപ്പിച്ച ഒരു ട്രാൻസിന്റെ അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കവിത ചൊല്ലിക്കേട്ടപ്പോൾ ഉയരാൻ കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഈ കവിത വായിച്ചതാണ്, മാതൃഭൂമി ആഴ്ചപ്പെടുത്തുന്നത്. പക്ഷെ ഇത്രയും ഭംഗിയായിട്ട് വായിച്ചില്ല. ഇങ്ങനെ ചൊല്ലിയപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഭംഗി എനിക്ക് ആസ്വദിക്കാൻ സാധിച്ചത്. അടുത്തതായി ഉമേഷ് നരേന്ദ്രനാണ്. ഉമേഷ് നരേന്ദ്രൻ, അദ്ദേഹത്തെ കുറിച്ച് ഏതാനും വാക്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്.
അക്ഷര ശ്ലോക സദസ്സുകളുടെ അമരക്കാരനാണ്, കവിയാണ്, പ്രഭാഷകനാണ്, ഒരു നല്ല വിവർത്തകനും ആണ്. പിന്നെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, വൃത്തമഞ്ജരിയാൽ അലങ്കൃതൻ, പുസ്തകങ്ങളുടെ മുക്താഹാരം അണിഞ്ഞ് ശോഭിക്കുന്നവൻ. ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. സ്വാഗതം, ആദരപൂർവ്വം സ്വന്തം കവിത ഇവിടെ ചൊല്ലാൻ ധൈര്യമില്ല, അതുകൊണ്ട് കടമനിട്ടയുടെ ഒരു കവിതയില്ല. ഓർമ്മ ധൈര്യത്തിനടുത്ത് കടമനിട്ടയുടെ കുപ്പകൾ, കുപ്പയിലുണ്ടൊരു മാണിക്യം എന്നും ഈ കവിതയ്ക്ക് എന്തോ ഇതിന് ടൈറ്റിൽ കണ്ടിട്ടുണ്ട്. നഷ്ടപ്പെട്ടു പോയ സംസ്കൃതിയെ പറ്റി വിലപിക്കുകയല്ല, പ്രത്യാശയോടുകൂടി വിലപിക്കുന്ന ഒരു കവിതയാണ്. കുപ്പകൾ കുപ്പകൾ കുന്നുകണക്കെ കുമിഞ്ഞുകൂടിയ കുപ്പകൾ മുന്നിൽ മുത്തശ്ശിക്കഥയോർപ്പൂ ഞാൻ, കുപ്പേലുണ്ടൊരു മാണിക്യം. കുത്തിയിരുന്നു ചികഞ്ഞു ഞാൻ കുമിഞ്ഞുകൂടിയ കുപ്പകളിൽ, മിന്നിത്തെളിയും മാണിക്യം കണ്ടെന്നാലോ സൗഭാഗ്യം. തെളിഞ്ഞു കണ്ടവരാരുണ്ട്, ഒളിഞ്ഞിരിക്കും മാണിക്യം. അളിഞ്ഞു ചെയ്യും കുപ്പകളിൽ ഒളിഞ്ഞിരിക്കും മാണിക്യം. മുത്തശ്ശിക്കഥയോർപ്പൂ ഞാൻ, കുപ്പേലുണ്ടൊരു മാണിക്യം. മിഴിനീരൊഴുകിയ ചാലുകളിൽ അഴകു പൊലിഞ്ഞൊരു വീഥികളിൽ ചുണയുടെ ചൂടിൻ നറുരക്തം അലയായി തീർന്നൊരു രണഭൂവിൽ അരിഞ്ഞു വീഴ്ത്തിയ തലയോടുകളും അടിഞ്ഞുകൂടി കുപ്പകളായി. തലയിൽ ചൂടിയ മണിമകുടങ്ങൾ തകർന്നു വീണു തറപറ്റി. മണിമകുടങ്ങളുടഞ്ഞപ്പോൾ മണ്ണിൽ ചോർന്നു മാണിക്യം. ഇല്ലില്ലെവിടെ കണ്ടില്ലാരും അല്ലിൽ തെളിയും മാണിക്യം. മുത്തശ്ശിക്കഥയോർപ്പൂ ഞാൻ, കുപ്പേലുണ്ടൊരു മാണിക്യം. കാട്ടിൽ പാർത്തവരാരാണ്, കയ്യിൽ കിട്ടിയതെന്താണ്? താടി വളർത്തി മീശ വളർത്തി തപസ്സിരുന്നവരാരാണ്? തളിർത്ത കൊമ്പിൻ തുഞ്ചത്ത് കിളിർത്ത മോദം ചുണ്ടത്ത്, ചുണ്ടുമുരുമ്മി കരളുമുരുമ്മി കണ്ട കിളിയുടെ നെഞ്ഞത്ത്, തൊടുത്തുവിട്ടൊരു തൂർക്കൂരമ്പാൽ കടുത്ത വേദന കണ്ടപ്പോൾ തൊണ്ട വിറച്ചു ഉള്ളുപിടച്ചു തൂകിയതാണോ മാണിക്യം. മാനിഷാദ പ്രതിഷ്ഠാം ത്വം അഗമശാശ്വതീ സമാ. യക്രൗഞ്ചമിഥുനാദേകമവധി കാമമോഹിതം. ചീന്തിയെടുത്തു പനയോല ചിന്തകൾ കൂർത്തൊരു നാരായം, കുറിച്ചു വച്ചു കുറയന്തോ കറുത്ത കല്ലും മാണിക്യം. ഓലകൾ ഓർമ്മകൾ നാരായം, ശീലുകൾ തീർത്ത ചവറെല്ലാം ഒലിച്ചു വന്നു കാലത്തിൻ ഒലിപ്പുചാലിൽ കുപ്പകളായി. വണ്ടു തുളച്ച മുളങ്കമ്പിൻ തൊണ്ടയിലൂറി സ്വരമധുരം കണ്ടുപിടിച്ചതു കൈക്കലാക്കി കാരണവന്മാർ താടിക്കാർ.
മുത്തശ്ശി കഥയോർപ്പൂ ഞാൻ, കുപ്പേലുണ്ടൊരു മാണിക്യം. തപസ്സിരുന്നൊരു സന്യാസി, തപസ്സിരുന്നൊരു സന്യാസിക്കകക്കരുത്തിൻ നിലതെറ്റാൻ കൺമണി വന്നു തുടങ്ങി നൃത്തം കിങ്ങിണി നൂപുരജങ്കാരം. ഭ്രമിച്ചുപോയി സന്യാസി, ഭ്രമിച്ചുപോയി സന്യാസി, കഥിപ്പതെന്തിനു കഥയെല്ലാം ഒരുത്തിയുണ്ടായുലകത്തിൽ പെരുത്ത പേരിനവകാശി. കരുത്തനായൊരു സംയമിതൻ വളർത്തുമകള പെങ്കൊച്ച് പറിച്ചെടുത്തു താമരപത്രം കുറിച്ചു വെച്ചു കുരുത്തക്കേട്. എരിഞ്ഞ വേനലിൽ വാടാതെ ചൊരിഞ്ഞ മഴയിൽ കുതിരാതെ തരത്തിലെത്തി താമരപത്രം സ്ഥലം പിടിച്ചു കുപ്പകളിൽ. മുത്തശ്ശി കഥയോർപ്പൂ ഞാൻ, കുപ്പേലുണ്ടൊരു മാണിക്യം. കൊട്ടാരത്തിലെ മണിമഞ്ചം കെട്ടിയ പെണ്ണിൻ തേൻ കൊഞ്ചൽ, കിട്ടിയതില്ല മന്നനു സൗഖ്യം തട്ടിയെറിഞ്ഞു ചെങ്കോല്. തേടി തെണ്ടി നടന്നിട്ടും തേടിയ വള്ളി തടഞ്ഞില്ല, തേടി തപ്പിയെടുത്തൊടുവിൽ പടവൃക്ഷത്തിൻ തണലൊന്നിൽ. അവിടെ ജ്വലിച്ചൊരു പുതുനാളം, അത് അസുലഭ ശോഭയുതിർത്തല്ലോ. ജ്വലിച്ച നാളം കാട്ടിയ വഴിയെ ചലിച്ചു ലോകം നവലോകം. ബുദ്ധം ശരണം ഗച്ഛാമി, ബുദ്ധം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി. ബുദ്ധം ശരണം, സംഘം ശരണം, ധർമ്മം ശരണം ഗച്ഛാമി. കല്ലുളി ചിന്തിയ പാതകളിൽ കവിതകൾ പൂവിത ചേർത്തപ്പോൾ കട്ടിക്കല്ലിൻ കൺകളിൽ നിന്നും കാരുണ്യത്തിൻ മുള പൊട്ടി. ഉറവുകൾ ഉണർവുകൾ ഒരുമിച്ചു ചീറിയലയ്ക്കുമൊഴുക്കായി. അതിരുകളാദികൾ ഭാഷകൾ പൊട്ടിച്ചകവലുവിൻ അലയാഴികളായി. അക്കര ദൂരത്തെ വിടന്നോ പത്തേ മാരികൾ വാഞ്ഞെത്തി. മുത്തു നിറച്ചവ കുപ്പയിൽ നിന്നും പത്തേ മാരികൾ പോയല്ലോ. വാളും തീയും കടന്നു വന്നു കാളിക്കത്തി കദളിവനം. കടന്നു വന്നവരുടമകളായി നാം അടിമകളായി. വിരുന്നു വന്നവർ വീട്ടിനധിപർ ഒരുക്കി നാമെന്നുപചാരം. അറയുടെ താക്കോൽ അടിയറ വെച്ചു നിറഞ്ഞ കണ്ണുകൾ. വിരുന്നു വന്നവർ വീട്ടിനധിപർ ഒരുക്കി നാമെന്നുപചാരം. അറയുടെ താക്കോൽ അടിയറ വെച്ച് തുറന്ന കണ്ണുകൾ നിറയുമ്പോൾ അറകൾ തുറന്നവരശുദ്ധമാക്കി നിറഞ്ഞു നിന്നൊരു തറവാട്. കവർന്നെടുത്തു കറന്നെടുത്തു കറങ്ങി നിന്നു നാമെന്നും. ഇടഞ്ഞു തമ്മിൽ തല്ലി നമ്മൾ ഉടഞ്ഞു പുണ്യപുരാണ ക്ഷേത്രം. അതിൽ പുതഞ്ഞോ മാണിക്യം. അടിഞ്ഞുകൂടി കുപ്പകളായി അതിൽ പുതഞ്ഞോ മാണിക്യം. നൂറ്റാണ്ടുകളിൽ പൂത്ത വസന്തം, നൂറ്റാണ്ടുകളുടെ ഹേമന്തം, നൂറ്റാണ്ടുകളുടെ ഗ്രീഷ്മത്തിൽ നീറിയവിഞ്ഞവ കുപ്പകളായി. മുത്തശ്ശി കഥയോർപ്പൂ ഞാൻ, കുപ്പേലുണ്ടൊരു മാണിക്യം.
കുത്തിയിരുന്നു ചികഞ്ഞോട്ടെ ഞാൻ കുമിഞ്ഞുകൂടിയ കുപ്പകളിൽ. വളരെ ചെറിയൊരു കവിയാണ്. വൈലപ്പള്ളിയുടെ കന്യക എന്നാണ് പേര്. അത് ചുരുക്കത്തിൽ വാർമതി അത് വളർന്ന് വലുതാകുമ്പോൾ വളരെ ഭംഗിയുള്ള വാർമതി ചന്ദ്രക്കല അത് വളർന്ന് വലുതായി പൂർണ്ണചന്ദ്രനാകുമ്പോഴത്തേക്ക് അതിൻ്റെ കളങ്കം തെളിഞ്ഞു വരുന്നു. അതുപോലെ 12 വയസ്സായ ഒരു കൊച്ചു കുഞ്ഞിനെ കാണുമ്പോൾ, ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ കവിയുടെ മനസ്സിലുണ്ടാകുന്ന ആ വിഫലത അല്ലെങ്കിൽ ഒരു ആശങ്ക, അതാണ് ഇതിൻ്റെ പ്രതിപാദി. വളർന്നു വരുന്ന വഴി അവൾക്ക് അവളുടെ നിഷ്കളങ്കത നഷ്ടമാകുമോ എന്നുള്ള ആ ഒരു വിഫലതയിൽ നിന്നുണ്ടായിട്ടുള്ള കവിതയാണ്. യാതൊന്നിന്നീതേ മറ്റൊരഴകിൽ ഉലകില വാതിങ്കൽ കല കണ്ടേ നിന്നു ഞാൻ ആകാശത്തിൽ. എന്നിലുൾ ചിന്നും നിലാവിൽ പതഞ്ഞു തുള്ളിപ്പാഞ്ഞു കുന്നിലെ പൂഞ്ചോലകൾ ഒരു കാറ്റൂഞ്ഞാലാടി. തേൻ പകർന്നിതൻ കാതിൽ കുയിലിൻ നാദം കണ്ടേൻ. ആമ്പലിഞ്ചി ദൈവദൂത തന്മിഴികളും എന്നിതൻ പാഴ്സങ്കൽപ്പ കൽപ്പടവോടിക്കേറി. 12 കലാവിരുതാമുരുതയ്യൽ. എന്തിതൻ പാഴ്സങ്കൽപ്പ കൽപ്പടവോടിക്കേറി. 12 കലാവിരുതാമുരുതയ്യൽ. മോഹദാഹമേകാത്ത ശാരദലാവണ്യമേ സാഹസം കരുതാത്ത കുസൃതി പ്രസരിപ്പേ. മോഹദാഹമേകാത്ത ശാരദലാവണ്യമേ സാഹസം കരുതാത്ത കുസൃതി പ്രസരിപ്പേ. മുന്നാഞ്ഞ കാലിൽ കുത്തും കട്ടുറുമ്പോടും ചാരു പുന്നാര കിന്നാരങ്ങൾ മൊഴിയും പെൺതയ്യലേ. മുന്നാഞ്ഞ കാലിൽ കുത്തും കട്ടുറുമ്പോടും ചാരു പുന്നാര കിന്നാരങ്ങൾ മൊഴിയും പെൺതയ്യലേ. വാതിങ്കൾ കല വായ്ച്ചു കളങ്കം വളരവേ വാനവർ കീഴുന്നുണ്ടാം മിഴിനീരാൽ. വാതിങ്കൾ കല വായ്ച്ചു കളങ്കം വളരവേ വാനവർ കീഴുന്നുണ്ടാം പനിനീർമിഴിനീരാൽ. താങ്ക് യു. അടുത്തത് ബിന്ദു ടിജിയാണ്. ബിന്ദു കവിയാണ്, അഭിനേത്രിയാണ്, പ്രഭാഷകയാണ് എന്ന് നമ്മൾ കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. ഗാനരചയിതാവാണ്. രാസമാറ്റം, നിശബ്ദ ദൂരങ്ങൾ എന്നിവയാണ് ബിന്ദുവിൻ്റെ കാവ്യ സമാഹാരങ്ങൾ. ഒട്ടേറെ പുരസ്കാരങ്ങൾ ബിന്ദുവിന് ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ലഭിച്ചത് മലയാറ്റൂർ ഫൗണ്ടേഷൻ സാഹിത്യ പുരസ്കാരം. അത് പൊന്നി നോവലും സിനിമയും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള പ്രബന്ധത്തിനാണ് ബിന്ദുവിന് ഈ അവാർഡ് ലഭിച്ചത്. ഡാനയുടെ പ്രധാന പ്രാണമരുത്താണ് ബിന്ദു ടിജി. നമസ്കാരം. ഞാൻ ജെ സാറ് പറഞ്ഞ അവസാനത്തെ ഒരു സമ്മാനം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സമ്മാനമാണ്. കാരണം സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ എസ്സേ എഴുതുക എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്തിട്ടുണ്ടെങ്കിലും കുറേ കാലം കഴിഞ്ഞിട്ട് പലപ്പോഴും പല അഭിപ്രായങ്ങൾ പറയലും എല്ലാം നടത്തിയിട്ടുണ്ട്. പല പുസ്തകാസ്വാദനം എഴുതിയിട്ടുണ്ടെങ്കിലും ഞാനൊരു സംഗതി ഫേസ്ബുക്കിൽ കണ്ടപ്പോൾ ഈ മത്സരത്തിന് ഒരു കുട്ടിയുടെ എന്തോസിയാസത്തിൽ ഞാനിവിടെ നിന്ന് എഴുതി അയക്കുകയായിരുന്നു മലയാറ്റൂരിൻ്റെ. അപ്പോൾ അത് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കപ്പെട്ടാൽ എനിക്കൊരു എൻ്റെ ഒരു സെൽഫ് കോൺഫിഡൻസിനാണ്. ഞാൻ കവിത ചൊല്ലി തീർക്കാം. 2 ചെറിയ കവിതകളാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വന്നപ്പോൾ ഞാൻ എം സാറിൻ്റെ ആ കവിത വായിച്ചപ്പോൾ ഈ നക്ഷത്രങ്ങളെ പറ്റിയുള്ള കവിത, നക്ഷത്രങ്ങൾക്കും മനുഷ്യജന്മത്തിനും തമ്മിലൊരു പ്രത്യേക ഒരു ബന്ധമുണ്ട്. അപ്പോൾ ഞാനൊരു കവിത താരദുഃഖം എന്ന് എഴുതി. പിന്നീട് അതിൻ്റെ പേര് മാറ്റി. അപ്പോൾ പേര് മാറ്റിയത് ശരിയാണോ എന്ന് എനിക്ക് തോന്നിയപ്പോൾ എം സാർ ഇങ്ങനെ പേര് മാറ്റുന്ന പരിപാടി ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായപ്പോൾ സന്തോഷം, സമാധാനം. പിന്നീട് ഞാൻ അങ്ങനെ നിശബ്ദ ദൂരങ്ങളിലാക്കി.
ലാനയിലുള്ളവർ കേട്ടിട്ടുണ്ടാവും, പക്ഷെ ഇവിടെ കുറച്ചെങ്കിലും പേര് കേൾക്കാത്തതുണ്ടാവും. അവർക്ക് വേണ്ടി പെട്ടെന്ന് വായിക്കാം. ഞാൻ ജീവിക്കുന്ന ശൂന്യാകാശം പ്രശാന്തമല്ല, ശൂന്യവുമല്ല. തിളയ്ക്കുന്ന ഞങ്ങളെ തിളങ്ങുന്ന നക്ഷത്രങ്ങൾ എന്ന് നീ വിശേഷിപ്പിക്കുന്നു. ഞാൻ ജീവിക്കുന്ന ശൂന്യാകാശം പ്രശാന്തമല്ല, ശൂന്യവുമല്ല. തിളയ്ക്കുന്ന ഞങ്ങളെ തിളങ്ങുന്ന നക്ഷത്രങ്ങൾ എന്ന് നീ വിശേഷിപ്പിക്കുന്നു. ഞങ്ങൾ തമ്മിലുള്ള പ്രകാശദൂരങ്ങളെ അനന്ത ശാന്തതയെന്നും ഞങ്ങൾക്കിടയിലെ വ്യോമപടലത്തെ അതിമനോഹരമെന്നും നീ കുറിച്ചു വയ്ക്കുന്നു. ഞങ്ങൾ തമ്മിലുള്ള പ്രകാശദൂരങ്ങളെ അനന്ത ശാന്തതയെന്നും ഞങ്ങൾക്കിടയിലെ വ്യോമപടലത്തെ അതിമനോഹരമെന്നും നീ കുറിച്ചു വയ്ക്കുന്നു. വേദന നിറഞ്ഞ ജനിമൃതിയുടെ ഈറ്റില്ലമാണ് അതെന്നോർക്കാതെ. വേദന നിറഞ്ഞ ജനിമൃതിയുടെ ഈറ്റില്ലമാണ് അതെന്നോർക്കാതെ. നിമിഷങ്ങളിലെ വിസ്ഫോടനത്തിന്റെ നോവറിയാതെ. സ്വപ്നത്തിൽ ചുവന്ന ഭീമനും വെള്ളക്കുള്ളനും വന്ന് ഉറക്കം കെടുത്തുന്ന ആധിയുടെ പൊരുളറിയാതെ ഞങ്ങൾ മിനുമിനുങ്ങുന്നു എന്ന് നീ കവിത ചമയ്ക്കുന്നു. സ്വപ്നത്തിൽ ചുവന്ന ഭീമനും വെള്ളക്കുള്ളനും വന്ന് ഉറക്കം കെടുത്തുന്ന ആധിയുടെ പൊരുളറിയാതെ ഞങ്ങൾ മിനുമിനുങ്ങുന്നു എന്ന് നീ കവിത ചമയ്ക്കുന്നു. ഞാൻ ജീവിക്കുന്ന ശൂന്യാകാശം നീ കരുതും പോലെ പ്രശാന്തവും ശൂന്യവുമല്ല. നക്ഷത്ര ഹൃദയത്തിൽ നിന്ന് പിറന്നു വീണവനെ, നിന്റെ മങ്ങിയ ദൂരക്കാഴ്ച എത്ര മനോഹരമായാണ് നുണകൾ നിർമ്മിക്കുന്നത്. നക്ഷത്ര ഹൃദയത്തിൽ നിന്ന് പിറന്നു വീണവനെ, നിന്റെ മങ്ങിയ ദൂരക്കാഴ്ച എത്ര മനോഹരമായാണ് നുണകൾ ചമയ്ക്കുന്നത്. അടുത്തൊരു കവിത. ഇവിടെ ഒരു ഡിസ്കഷൻ വന്നുകൊണ്ട് പല പ്രാവശ്യം ചൊല്ലിയിട്ടുള്ളതാണ്, പക്ഷെ പെട്ടെന്ന് പറയാം. ട്രാൻസ്ജെൻഡറിന് എനിക്കുള്ള വലിയ ഒരു ട്രാൻസ്ജെൻഡറിനും മറ്റുള്ള നമ്മുടെ LGBT കമ്മ്യൂണിറ്റിയോടും എല്ലാവരോടുള്ള എൻ്റെ ഐക്യദാർഢ്യം എപ്പോഴും ഞാൻ പ്രകടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. മാന്ത്രിക വീട്. തെറ്റിക്കയറിയതാണ് ഞാനീ വീട്ടിൽ. തെറ്റിക്കയറിയതാണ് ഞാനീ വീട്ടിൽ. എത്ര നാളിങ്ങനെ ഒളിച്ചും പാത്തും നുണ പറയുന്ന കണ്ണാടി എറിഞ്ഞുടച്ചും തൊലി മിനുക്കത്തെ വെറുത്തും ഇറുക്കത്തിൽ മുറുകി ഇടനെഞ്ചു പൊട്ടിച്ചും ഉറപ്പുള്ള അസ്ഥികൾ പട്ടുടുപ്പിൽ പൊതിഞ്ഞും പൊരിയണം. തെറ്റിക്കയറിയതാണ് ഞാനീ വീട്ടിൽ. എത്ര നാളിങ്ങനെ ഒളിച്ചും പാത്തും നുണ പറയുന്ന കണ്ണാടി എറിഞ്ഞുടച്ചും തൊലി മിനുക്കത്തെ വെറുത്തും ഇറുക്കത്തിൽ മുറുകി ഇടനെഞ്ചു പൊട്ടിയും ഉറപ്പുള്ള അസ്ഥികൾ പട്ടുടുപ്പിൽ പൊതിഞ്ഞും പൊരിയണം. നുള്ളി നോക്കി വേദനിക്കുന്നു, ഹൃദയമിടിപ്പുണ്ട്. കണ്ണീരിനു മനുഷ്യന്റെ തനി രുചി. മഞ്ഞും ചൂടും ഒന്നിച്ചു പാർക്കുന്ന മഴവില്ല് തീർത്ത മാന്ത്രിക വീട്. മഞ്ഞും ചൂടും ഒന്നിച്ചു പാർക്കുന്ന മഴവില്ല് തീർത്ത മാന്ത്രിക വീട്. സ്വപ്നത്തിലുണ്ട് മധുരമില്ലാത്ത ശബ്ദം, കണ്ണീർച്ചാലില്ലാത്ത കവിൾത്തടം. എന്റെ കുന്നുകളും താഴ്വരകളും സമതലമാക്കുന്ന പുണ്യദിനം. സ്വപ്നത്തിലുണ്ട് മധുരമില്ലാത്ത ശബ്ദം, കണ്ണീർച്ചാലില്ലാത്ത കവിൾത്തടം. എന്റെ കുന്നുകളും താഴ്വരകളും സമതലമാകുന്ന പുണ്യദിനം. അമ്മയെ പേടിക്കാതെ അമ്മുവിന്റെ ഫോട്ടോ മാറ്റി എനിക്ക് എഴുതണം. അതിൽ മായാത്ത മഷിയിൽ ഞാൻ കുറിക്കും അപ്പു. അമ്മുവിന്റെ ഫോട്ടോ എടുത്തു മാറ്റി അതിൽ മായാത്ത മഷിയിൽ ഞാൻ കുറിക്കും അപ്പു. തിളക്കമുള്ള പുലരിയിൽ ഉറക്കമുണരുമ്പോൾ അമ്മ എന്നെ വിളിക്കും ഏറെ സ്നേഹത്തോടെ, മോനെ അപ്പു. തിളക്കമുള്ള പുലരിയിൽ ഉറക്കമുണരുമ്പോൾ അമ്മ എന്നെ വിളിക്കും ഏറെ സ്നേഹത്തോടെ, മോനെ അപ്പു. താങ്ക് യു. ഈ കവിതകളെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ആശാന്റെ നാല് വരികളാണ്. ആർക്കും നിൻ വടി പറയുകയില്ല, ആർക്കും നിൻ വടി പറയുകയില്ല. കവിതയുടെ വടി ആർക്കും ഇതുവരെ അവരുടെ അറിവിൽ കിട്ടിയിട്ടില്ല. അർഘ്യമാല്യം കോർക്കും നിൻ പ്രതിമകൾ നോക്കിയ അർച്ചകന്മാർ, ഓർക്കും നിൻ മഹിമകൾ ആരവർക്കും, രോമം ചീർക്കുന്നുണ്ട് അതുമതി അമ്പ വിശ്വസിപ്പാൻ. അടുത്തതായിട്ട് ഞാൻ വിളിക്കുന്നത് ഒരു സെക്കൻഡ്, സ്മിത കൊട്ടാരത്ത്. പാട്ടും കവിതയും സ്മിത ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ഈ കൂട്ടായ്മയിലെ പുതുമുഖമാണ്. പുണ്യം എന്ന ചാരിറ്റബിൾ സംഘടനയിൽ അംഗമാണ്. ഫ്രീമോണ്ടിൽ താമസിക്കുന്നു. മിൽപിറ്റ്സ് സ്കൂൾ ഡിസ്ട്രിക്റ്റിൽ ബിഹേവിയർ തെറപ്പിസ്റ്റായി ജോലി ചെയ്യുന്നു. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സ്മിത കൊട്ടാരത്ത്. ഞാൻ വയലാർ രാമവർമ്മയുടെ പ്രശസ്തമായ കവിത എനിക്ക് മരണമില്ല
എന്നതാണ് ഇവിടെ ചൊല്ലാൻ പോകുന്ന. മനുഷ്യന്റെ അതിരുകളില്ലാത്ത സ്വപ്നങ്ങളും സഞ്ചാരവും അനശ്വരതയുടെ ആഗ്രഹവും പ്രതിഫലിപ്പിക്കുന്ന ശക്തമായ ഒരു കാവ്യരചന. സന്തോഷം കൂടി ഉണ്ട്, എൻ്റെ ഭർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. എന്റെ ക്ഷണം സ്വീകരിച്ചു. കുതിരപ്പുറത്തു ഞാൻ പാഞ്ഞു പോകുമ്പോൾ കയ്യിൽ കുതറി തുള്ളി തുള്ളി ചാട്ടവാറിളകുമ്പോൾ നടുങ്ങിപ്പോകുന്നില്ലേ നിമിഷങ്ങളിൽ കുളമ്പടികൾ പതിയുമ്പോൾ ഈ അണ്ടകടാഹങ്ങൾ നീലകാശമണ്ഡലത്തിലെ ശുഷ്കതാരകേ വിളറിയ നിൻമുഖം കാണട്ടെ ഞാൻ എത്താതിരിക്കില്ല നിന്നടുത്തൊരിക്കലും ആ നല്ല നാളിനായി കാത്തു നിന്നോളു ദൂരെ. കാലമാണ വിശ്രമം പായുമെന്നശ്വം സ്നേഹജ്വാലയാണെന്നിൽ കാണും ചൈതന്യം സനാതനം. കാലമാണ വിശ്രമം പായുമെന്നശ്വം സ്നേഹജ്വാലയാണെന്നിൽ കാണും ചൈതന്യം സനാതനം. പ്രപഞ്ചം മുഴുവനും പണ്ടൊരു കാലം പ്രളയാബ്ദിയിൽ മുങ്ങിത്താണടിഞ്ഞിരുന്നപ്പോൾ വന്നു ജ്ഞാനമീബയായി ജീവന്റെ ഒന്നാമത്തെ സ്പന്ദനം വിളംബരം ചെയ്തിതൻ ചലനങ്ങൾ. അന്തരീക്ഷത്തിന്റെ ആത്മാവിൽ നിന്നും പ്രാണസ്പന്ദനങ്ങൾ കുയിരാർജിച്ചങ്ങനെ വളർന്നു ഞാൻ. ജീവന്റെ പരിണാമ പരിവർത്തന രൂപഭാവഭേദങ്ങൾക്കുള്ളിൽ വളർന്ന യുഗങ്ങളിൽ ഇപ്രപഞ്ചത്തെ കയ്യിലമ്മാനമാടിക്കൊണ്ടൊരത്ഭുത സർഗാത്മക ശക്തിയെ കണ്ടിട്ടില്ലേ? ഞാനാണത് അജയ്യനാ മനുഷ്യൻ ചലിക്കുന്നു ഞാനഹർനിച്ച എന്റെ സന്ദേശം ജയിക്കുന്നു. ഞാനാണത് അജയ്യനാ മനുഷ്യൻ ചലിക്കുന്നു ഞാനഹർനിച്ച എന്റെ സന്ദേശം ജയിക്കുന്നു. മീനും ആമയുമായി പന്നിയായി നിസ്സംഹമായി ഞാൻ അവതാരം ചെയ്ത കഥകൾ കേട്ടിട്ടില്ലേ? ഞാൻ അവതാരം ചെയ്ത കഥകൾ കേട്ടിട്ടില്ലേ? ഈ പ്രപഞ്ചത്തെ കയ്യിലമ്മാനമാടിക്കൊണ്ടൊരത്ഭുത സർഗാത്മക ശക്തിയെ കണ്ടിട്ടില്ലേ? ഞാനാണത് അജയ്യനാം മനുഷ്യൻ ചലിക്കുന്നു ഞാനഹർനിശം എന്റെ സന്ദേശം ജയിക്കുന്നു. മാനവ പ്രയത്നത്തിൻ ചുണ്ടുകൾ എന്നാകാത ഗാനവീഥികൾ നെയ്തവിടെ പാടുന്നു ഞാൻ. ഏഷ്യയിൽ ആഫ്രിക്കയിൽ യൂറോപ്പിൽ അധ്വാനത്തിൻ ശാശ്വത വസന്തങ്ങളെങ്ങു വിടർന്നാലും എന്റെ ചേതനയിലെ രക്തനാടികൾക്കുള്ളിൽ ചെണ്ടുകൾ വാടാമല്ലിച്ചെണ്ടുകൾ വിരിഞ്ഞാടും. ഇല്ലെനിക്കൊരിക്കലും മരണം തുറുങ്കുകൾക്കുള്ളിലിട്ടൊരു നാളും അടയ്ക്കാനാവില്ലെന്നെ. ഇല്ലെനിക്കൊരിക്കലും മരണം തുറുങ്കുകൾക്കുള്ളിലിട്ടൊരു നാളും അടയ്ക്കാനാകില്ലെന്നെ. കൊടിയിൽ പ്രയത്നത്തിൻ മുദ്രയും കണ്ണിൽ പൂത്തുവിടരും സ്വപ്നങ്ങളും കരളിൽ സംഗീതവും
സഞ്ചരിക്കുകയാണു ഞാനേവം സയൻസിന്റെ കഞ്ചുകമണിഞ്ഞുകൊണ്ടീ യുഗങ്ങളിലൂടെ. മനുഷ്യൻ സൗന്ദര്യത്തെ, സത്യത്തെ, സംസ്കാരത്തെ ഉണർത്തി ജീവിപ്പിക്കും സാമൂഹ്യ മനുഷ്യൻ ഞാൻ മിഴിയടയ്ക്കുമ്പോൾ രാവുകൾ പകലുകൾ, ഞാൻ മിഴി തുറക്കുമ്പോൾ അന്നഹം വന്നെത്തുന്നു. ചക്രവാളത്തിൻ മതിൽക്കെട്ടിന്മേൽ കയ്യും കുത്തി നിൽക്കും ഞാൻ. പ്രപഞ്ചത്തിൻ ഭ്രമണം നിയന്ത്രിക്കാൻ ഗോളങ്ങളെടുത്തു ഞാൻ പന്തടിക്കുമ്പോൾ, വിദ്യുത് നാളങ്ങൾ കെടുത്തിയും കത്തിച്ചും രസിക്കുമ്പോൾ, നീലാകാശ മേഖലകളിൽ നാളെ താരകേ നിന്നെ കൊണ്ടു നർത്തനം ചെയ്യിക്കും ഞാൻ. കുതിരപ്പുറത്തു ഞാൻ പാഞ്ഞു പോകുമ്പോൾ, കയ്യിൽ കുതറിത്തുള്ളിക്കൊണ്ടൻ ചാട്ടവാറിളകുമ്പോൾ, നടുങ്ങിപ്പോകുന്നില്ലേ നിമിഷങ്ങളിൽ കുളമ്പടികൾ പതിയുമ്പോൾ ഈ അണ്ടകടാഹങ്ങൾ. കാലമാണ് വിശ്രമം പായുമെന്നശ്വം, സ്നേഹജ്വാലയാണെന്നിൽ കാണും ചൈതന്യം സനാതനം. കാലമാണ് വിശ്രമം പായുമെന്നശ്വം, സ്നേഹജ്വാലയാണെന്നിൽ കാണും ചൈതന്യം സനാതനം. ഇത് ചൊല്ലുന്നത് സുകുമാർജിയാണ്. കാരണം സുകുമാർ അദ്ദേഹത്തിനോട് ഞാനിങ്ങനെ ഇന്നലെ നമ്മുടെ ഡീലാതായിരുന്നു, യുദ്ധത്തിന് ചൊല്ലിയാൽ സ്വന്തം കഥ ചൊല്ലാൻ അവസരം കൂടെ തരാം. വയലാറിന്റെ കവിത നിർത്തിയെടുത്തുനിന്ന് തുടങ്ങാൻ ഒരു ഭാഗ്യമുണ്ടായി. നാരായണ ഗുരുവും സനാതന ധർമ്മവും എന്ന എൻ്റെ കവിതയാണ് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. നാരായണ ഗുരുവും സനാതന ധർമ്മവും. ശ്രീനാരായണൻ ഗുരുവരൻ മഹർഷി മഹാമനീഷി, ഒരു പീഡയെറുമ്പിനും വരാതെയുള്ളോരൊരേയൊരു ദാത്തമാം വഴി സനാതനധർമ്മം മാത്രമേ എന്നു പഠിപ്പിച്ചു നന്നായി. ഒരു പീഡയെറുമ്പിനും വരാതെയുള്ളൊരേയൊരു ദാത്തമാം വഴി സനാതനധർമ്മം മാത്രമേ എന്നു പഠിപ്പിച്ചു നന്നായി. ശങ്കരനും താനും പറഞ്ഞതൊന്നാണതദ്വൈതം തന്നെ. ശങ്കരനും താനും പറഞ്ഞതൊന്നാണതദ്വൈതം തന്നെ എന്ന സന്നിഗ്ധമായരുളി നമ്മെ നേരെ നടത്തുവാൻ. സനാതനധർമ്മം ജാതി ചിന്തയാക്കി പറയുന്ന കുൽസിതം. രാഷ്ട്രീയ കോമരങ്ങൾ എത്ര പാടിയാലും അതനൃതം വിഷം. സർവവും ബ്രഹ്മം, ഒരു ജാതി ഒരു മതമെന്നേ പറഞ്ഞുള്ളൂ. സനാതനധർമ്മത്തിലുണ്ട് ജാതി വൈജാത്യങ്ങളെന്നു ചിന്തിച്ചതില്ല, പറഞ്ഞതുമില്ല ഗുരുദേവനൊരിക്കലും. സർവം ബ്രഹ്മം, ഒരു ജാതി ഒരു മതമെന്നേ പറഞ്ഞുള്ളൂ. സനാതനധർമ്മത്തിലുണ്ട് ജാതി വൈജാത്യങ്ങളെന്നു ചിന്തിച്ചതില്ല, പറഞ്ഞതുമില്ല ഗുരുദേവനൊരിക്കലും. ജാതിക്കതീതമായി ഒന്നിക്കണം നാം, ധർമ്മത്തിൻ വഴിയേ നടക്കണം യജ്ഞഭാവത്തിലെന്നുമേ. ജാതിക്കതീതമായി ഒന്നിക്കണം നാം, ധർമ്മത്തിൻ വഴിയേ നടക്കണം യജ്ഞഭാവത്തിലെന്നുമേ. ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന
മാതൃകാസ്ഥാനമാണിതെന്നു പാടി സ്വപ്നം സാർത്ഥകമാക്കുവാനായെന്നും നടന്നു ഗുരുദേവൻ സനാതനധർമ്മത്തിന്റെ വഴിയേ നിർഭയം. ഗുരുദേവൻ സനാതനധർമ്മത്തിന്റെ വഴിയേ നിർഭയം. ഉച്ചനീചത്വങ്ങളുണ്ട് ഇന്നും എന്നും എല്ലാ കാലവും എന്നാൽ, ഉച്ചനീചത്വങ്ങളുണ്ട് ഇന്നും എന്നും എല്ലാ കാലവും എന്നാൽ, ധർമ്മമല്ലതിന്നു ഹേതു മർത്യന്റെ ദുരയും വെറുപ്പുമാം. ധർമ്മമല്ലതിന്നു ഹേതു മർത്യന്റെ ദുരയും വെറുപ്പുമാം. ധർമ്മത്തെ രക്ഷിക്കില്ലെന്നും കാക്കുന്നു ധർമ്മം നമ്മയും. ധർമ്മത്തെ രക്ഷിക്കില്ലെന്നും കാക്കുന്നു ധർമ്മം നമ്മയും. ധർമ്മക്ഷയത്തിൽ അവതരിക്കുന്നവർ അവതാരങ്ങൾ നമുക്കവർ ശങ്കരൻ ചട്ടമ്പി സ്വാമികൾ നാണുഗുരുവും. ഒന്നായി നടന്നിടാം നമുക്കൊന്നായി നല്ലതു ചൊല്ലിടാം. ഒന്നായി നടന്നിടാം നമുക്കൊന്നായി നല്ലതു ചെയ്തിടാം. ഒരേ മനസ്സു നാം ഒന്നെന്നുള്ളിൽ നന്നായി നനച്ചിടാം. നീക്കാം തീർത്തും ജാതിഭേദങ്ങൾ നമുക്കുള്ളിലും പുറമേയും. ഇതുതാൻ സനാതനം ധർമ്മം ഗുരുദേവന്റെ പാതയും. നീക്കാം തീർത്തും ജാതിഭേദങ്ങൾ നമുക്കുള്ളിലും പുറമേയും. ഇതുതാൻ സനാതനം ധർമ്മം ഗുരുദേവന്റെ പാതയും. ആരായുകിൽ തിരകൾ നീരാ, ആരായുകിൽ തിരകൾ നീരെന്നറിയുവാനാവുമെങ്കിലും, ആരായുകിൽ തിരകൾ നീരെന്നറിയുവാനാവുമെങ്കിലും, ചേറിൽ തിരഞ്ഞെടുത്തു കൃമികീടങ്ങളാം ജാതിപ്പിശാചുക്കളെ സനാതനമാം ധർമ്മത്തിൻ പുറത്തു കെട്ടി അധർമ്മത്തിൽ വാഴുന്നവർക്കാമോ അപരന്റെ ശബ്ദം സംഗീതമായി കേൾക്കുവാൻ. ആരായുകിൽ തിരകൾ നീരെന്നറിയുവാനാവുമെങ്കിലും, ചേറിൽ തിരഞ്ഞെടുത്തു കൃമികീടങ്ങളാം ജാതിപ്പിശാചുക്കളെ സനാതനമാം ധർമ്മത്തിൻ പുറത്തു കെട്ടി അധർമ്മത്തിൻ പാതയിൽ വാഴുന്നവർക്കാമോ അപരന്റെ ശബ്ദം സംഗീതമായി കേൾക്കുവാൻ. ശ്രീനാരായണൻ ഗുരുവരൻ മഹർഷി മഹാമനീഷി ഒരു പീഡയെറുമ്പിനും വരാതെ ഉള്ളോരൊരേ ഒരു ഉദാത്തമാം വഴി സനാതനധർമ്മം മാത്രമേ എന്നു പഠിപ്പിച്ചു നന്നായി. പരിപാടിയുടെ അവസാന പാദത്തിലേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങളുടെ അവരുടെയും അനുവാദത്തോടുകൂടി ഞാൻ എൻ്റെ ഒരു കവിത വായിച്ച് ഈ പരിപാടി അവസാനിപ്പിക്കുന്നതായിരിക്കും. ഈ കവിത പ്ലീസ് കം. അദ്ദേഹം എന്നോട് അദ്ദേഹത്തിൻ്റെ ഒരു കവിത പൽക്ക എന്ന സിനിമയിൽ ബ്ലസ്സിയാണ് സ്ഥലത്ത് എനിക്കതിനൊരു ഭാഗ്യമുണ്ടായി. അദ്ദേഹം ഓർത്തില്ല, അദ്ദേഹത്തെ ഓർമ്മയ്ക്കായിട്ട് ഒരു അദ്ദേഹത്തെ പറ്റി ആരും പരാമർശിക്കുന്നില്ല. നല്ലൊരു കവിയായതല്ല കവിത. നേരു പറയണം നേരെ പറയണം നേരും നെറിയുമില്ലാത്ത കാലം, പച്ചവെള്ളത്തിലും ഭ്രാന്ത് കലർത്തുന്ന കച്ചവടത്തിന്റെ നെഞ്ചുകാലം. നേരു പറയണം നേരെ പറയണം നേരും നെറിയുമില്ലാത്ത കാലം, പച്ചവെള്ളത്തിൽ ഭ്രാന്ത് കലർത്തുന്ന കച്ചവടത്തിന്റെ നെഞ്ചുകാലം. ഏലിലോ 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 ഏലിലാലോ, ഊരിലും പാരിലും ലേഡി നായോടും കൂറുപണിച്ച കുഴഞ്ഞ കാലം. കള്ളത്തരങ്ങളും മരുന്നും മതങ്ങളും കൊല്ലും കൊലയും നടത്തും കാലം. തന്ത്രിയും മന്ത്രിയും കുന്തം വിഴുങ്ങും തന്തയില്ലാത്ത തെറിച്ച കാലം. തന്ത്രിയും മന്ത്രിയും കുന്തം വിഴുങ്ങും തന്തയില്ലാത്ത തെറിച്ച കാലം.
ഏലിലോ 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 ഏലിലാലോ തിത്തകത്തിന്തകത്തെയ്തോ കുഞ്ഞിനും മുത്തിക്ക് ഒറ്റയ്ക്കിരിക്കുവാൻ നെഞ്ചുപിടഞ്ഞ പിഴച്ച കാലം നങ്ങേലും ഇങ്ങേലും ചുമ്മാ കലമ്പുന്ന ചങ്ങാത്തമില്ലാത്ത ചീഞ്ഞകാലം ഓരടി ഈരടി വായന്റെ മക്കളെ കോരിക്കളയും വിഴുപ്പുകളെ ഓരടി ഈരടി വായന്റെ മക്കളെ കോരിക്കളയും വിഴുപ്പുകളെ ഓരടി ഈരടി വായന്റെ മക്കളെ കോരിക്കളയും വിഴുപ്പുകൾ നാണക്കേടില്ലാതെ മാനക്കേടില്ലാതെ നാളെയിലേക്ക് നടന്നു പോകും മാനക്കേടില്ലാതെ നാളെയിലേക്ക് നടന്നു പോകും നാളെയിലേക്ക് നടന്നു പോകും ആരിരോ 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 ഏലിലോ 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 തിത്തകത്തിന്തകത്തെയ്തു. താങ്ക് യു. നിങ്ങളുടെ അനുവാദത്തോടെ ഞാൻ പാടല്ലേ പറയാൻ. എൻ്റെ ഈ കവിതയുടെ പേര് പിതൃദിനം, ഫാദേഴ്സ് ഡേ എന്നുള്ളതിൻ്റെ തത്തുല്യമായ മലയാളം. മുന്നിൽ വീണ്ടും വന്നു നിൽപ്പായി പിതൃദിനം, ശോഷിച്ചിരിക്കുന്നുവല്ലോ തിരുവുടൽ. ചെമ്പനീർ പൂവുകൾ വാരി വിതറിയിട്ടേറച്ചു വന്നു തുടുത്ത മാതൃദിനം. അപ്പനെ കണ്ടതാണ് ആഘോഷവേളയിൽ പാതിക്കുവെന്ത സന്തോഷച്ചിരിയുമായി. പിന്നെ ഞാൻ കാണുന്നത് ഈ മദ്യശാലയിൽ നാവിൻ്റെ കെട്ടഴിഞ്ഞുള്ള മട്ടിങ്ങനെ. പിന്നെ ഞാൻ കാണുന്നത് ഈ മദ്യശാലയിൽ നാവിൻ്റെ കെട്ടഴിഞ്ഞുള്ള മട്ടിങ്ങനെ. നീയും പിതാവായിട്ടെന്നെ ഓർമ്മിക്കാതെ ഏതു ദുഃഖശമനാർത്ഥമോ വന്നിപ്പോൾ. കുമ്പിട്ടിരിക്കുന്നു മോന്തുമ്പോൾ ലാഘവം ചിന്തയ്ക്കു നൽകുന്ന പാനീയത്തിൻ മുന്നിൽ. കുമ്പിട്ടിരിക്കുന്നു മോന്തുമ്പോൾ ലാഘവം ചിന്തയ്ക്കു നൽകുന്ന പാനീയത്തിൻ മുന്നിൽ. ഏറെ വാചാലനാവുന്നു പിതാവ്, അതിനേക്കാളും ആഴമാർന്നുള്ള മൗനത്തിൽ ഞാൻ. ഏറെ വാചാലനാവുന്നു പിതാവ്, അതിനേക്കാളും ആഴമാർന്നുള്ള മൗനത്തിൽ ഞാൻ. നിന്റെ മക്കൾ നിന്നെ ഓർമ്മിക്കുന്നില്ലെന്നോ, ജന്മകടങ്ങൾ അവർ വീട്ടുകില്ലെന്നോ. നാം തുല്യ ദുഃഖിതർ ഇക്കെടും പാനീയത്തിൻ്റെ കരങ്ങൾ കഥാവില്ലലിയിക്കാൻ. നാം തുല്യ ദുഃഖിതർ ഇക്കെടും പാനീയത്തിൻ്റെ കരങ്ങൾ കഥാവില്ലലിയിക്കാൻ. വാഴ്വിൻ ലഹരിയിലാസക്തനാണു നീ, നിന്നെ ഞാൻ കാത്തിരുന്നീ മദ്യശാലയിൽ. വാഴ്വിൻ ലഹരിയിലാസക്തനാണു നീ, നിന്നെ ഞാൻ കാത്തിരുന്നീ മദ്യശാലയിൽ. അങ്ങനെ പോയി പിതൃഭാഷണം വൃഥ, കുമ്പിട്ടു കേട്ടു നിശബ്ദനായൊക്കെയും. ഒന്നായിരുന്നത് രണ്ടാക്കി ആനന്ദപാനോത്സവങ്ങളിലിണ്ടൽ പകർന്നതാർ. ഒന്നായിരുന്നത് രണ്ടാക്കി ആനന്ദ പാനോത്സവങ്ങളിലിണ്ടൽ പകർന്നതാർ. ചുറ്റും കണ്ണോടിച്ചു നോക്കി ഞാൻ, ചുറ്റിലും പ്രേതരൂപാത്മാക്കളൊക്കെ പിതാക്കളാം. തിന്നും കുടിച്ചും ജപിച്ചും ഇഹപരലോകാവിശേഷത്തിലാമഗ്നരായാലും പാളി നോക്കുന്നു സന്താന സൗഭാഗ്യമീ
വാതിൽപ്പടി കടന്നെത്തുന്നതെപ്പോഴോ മാതാവുദരത്തിൽ പേറുന്ന മക്കളെ ചങ്കിൽ പ്രതിഷ്ഠിച്ചു കൊള്ളുന്നതാരടോ പാത്രത്തിലെ ചിലായി പറ്റി പിടിക്കുന്ന ചോദ്യത്തെ അന്നും പ്രതീക്ഷിച്ചു ഞാൻ നിന്നു. മുള്ളായി പുറത്തു കാണുന്നതിൽ ദ്വേഷിച്ചു പൊള്ളയാം ലോകമകന്നു മാറിക്കോട്ടെ. പോവുന്നു ഞാൻ കാൽ നിലത്തുറച്ചിടാതെ ആ വൃദ്ധജന്മാദിനമെഴുന്നേൽക്കുന്നു. പോവുന്നു ഞാൻ കാൽ നിലത്തുറച്ചിടാതെ ആ വൃദ്ധജന്മാദിനമെഴുന്നേൽക്കുന്നു. വേണ്ട ഞാൻ കൊണ്ടു ചെന്നാക്കിടാം എന്നാ കരം പിടിച്ചെന്നവനൊപ്പം നടന്നു ഞാൻ. എപ്പോഴാണാക്കരം എന്നിൽ നിന്നൂർന്നു പോയി പാടെ മറഞ്ഞിരുൾ മൂടിയ പാതയിൽ. എപ്പോഴാണാക്കരം എന്നിൽ നിന്നൂർന്നു പോയി പാടെ മറഞ്ഞിരുൾ മൂടിയ പാതയിൽ. അഞ്ചിതൾ പൂക്കളാം പിഞ്ചുകരങ്ങളാൽ അർച്ചന ചെയ്യപ്പെടേണ്ട പിതൃദിനം വീണ്ടും അവഗണന കൈപ്പുനീർമോന്താൻ അല്ലെന്തിലെന്തിനോ വന്നു മറഞ്ഞു പോ.